നമസ്കാരം. ദൂരദർശന്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും സാമൂഹ്യപാഠം പരിപാടിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം തൊഴിൽ നിയമങ്ങൾ എന്നതാണ്. ഇന്ന് നമ്മൾ ചർച്ചയിൽ പങ്കെടുക്കുന്ന അതിഥി റിട്ടയർഡ് ജോയിന്റ് ലേബർ കമ്മീഷണർ ശ്രീ ആർ രാധാകൃഷ്ണൻ സാറാണ്. സർ നമസ്കാരം. സാമൂഹ്യപാഠത്തിലേക്ക് സ്വാഗതം. നമസ്കാരം. നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം തൊഴിൽ നിയമങ്ങളെ പറ്റിയാണല്ലോ. ഇത് നമുക്കറിയാം, സമൂഹത്തിൽ മനുഷ്യന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് അവന്റെ തൊഴിൽ. ഈ ഇത്രയും പ്രധാനപ്പെട്ട തൊഴിലുമായി ബന്ധപ്പെട്ട ഒരു വകുപ്പ് നമുക്കിപ്പോൾ ഉള്ളപ്പോൾ എന്താണ് കേരളത്തിലെ തൊഴിൽ വകുപ്പിന്റെ ഒരു ഘടന? തൊഴിൽ വകുപ്പിന് സംസ്ഥാന ഒട്ടാകെ ഓഫീസുകളുണ്ട്. അതിന്റെ ഹെഡ് ഓഫീസ് തിരുവനന്തപുരത്താണ്. സംസ്ഥാന അധ്യക്ഷൻ ലേബർ കമ്മീഷണറാണ്. അതിന് കീഴിലായിട്ട് എല്ലാ ജില്ലാ തലത്തിലും ജില്ലാ ലേബർ ഓഫീസർമാരുണ്ട്. റീജിയണൽ തലത്തിൽ റീജിയണൽ ജോയിന്റ് ലേബർ കമ്മീഷണർമാരുണ്ട്. കൂടാതെ താലൂക്ക് തലത്തിൽ അസിസ്റ്റന്റ് ലേബർ ഓഫീസർമാരുണ്ട്. ഇതാണ് തൊഴിൽ വകുപ്പിന്റെ ഒരു ഘടന. ഏറ്റവും താഴെത്തട്ടിലുള്ള പരാതികൾ അസിസ്റ്റന്റ് ലേബർ ഓഫീസർമാർ പരിഹരിക്കപ്പെടുമ്പോൾ ജില്ലാ തലത്തിലുള്ള പരിഹാരം ജില്ലാ ലേബർ ഓഫീസർമാർ നിർവഹിക്കും. മേഖലാ തലത്തിലാകുമ്പോൾ റീജിയണൽ ജോയിന്റ് ലേബർ കമ്മീഷണറും സംസ്ഥാന തലത്തിലെത്തുമ്പോൾ അത് ലേബർ കമ്മീഷണറുമാണ് നിർവഹിക്കുന്നത്. നമ്മുടെ ഒരു വകുപ്പിന്റെ ഘടന അതാണ്. തൊഴിൽ വകുപ്പിൽ തന്നെ പലതരത്തില് തൊഴിലിനെ നമ്മൾ തിരിച്ചിട്ടുണ്ടാവുമല്ലോ. പലതരത്തിലുള്ള ജോലികൾ ചെയ്യുന്നവരുണ്ട്. അതെങ്ങനെയാണ് ആ തരംതിരിക്കൽ നമ്മുടെ നിയമവ്യവസ്ഥയിൽ? തൊഴിൽ നിയമങ്ങൾ പൊതുവെ 3 തരത്തിലാണ് വിഭജിച്ചിരിക്കുന്നത്. ഒന്ന്, തൊഴിലാളികളുടെ ആനുകൂല്യങ്ങളും അവകാശങ്ങളും നിർവഹിക്കുന്ന തൊഴിൽ നിയമങ്ങൾ. കൂടാതെ തൊഴിൽ തർക്കങ്ങൾ ഉണ്ടാകുമ്പോൾ അവ പരിഹരിക്കപ്പെടുന്ന തരത്തിലുള്ള നിയമങ്ങൾ. കൂടാതെ തൊഴിൽ ഇടയ്ക്കുണ്ടാകുന്ന അപകടങ്ങളും അതിനുള്ള ആനുകൂല്യങ്ങളും വിവരിക്കുന്ന നിയമങ്ങൾ. അങ്ങനെ 3 തരത്തിലാണ് തൊഴിൽ നിയമങ്ങളെ തരംതിരിച്ചിരിക്കുന്നത്. അതെ, ഈ തൊഴിൽ നിയമങ്ങളെ നമ്മൾ തരംതിരിക്കുമ്പോൾ നമുക്ക് തൊഴിലുമായി ബന്ധപ്പെട്ട് പല നിയമവ്യവസ്ഥകളുണ്ട്. അപ്പം നമ്മുടെ വകുപ്പ് പ്രധാനമായിട്ടും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ഏതൊക്കെ തരം പ്രവർത്തനങ്ങളിലാണ്? തൊഴിൽ വകുപ്പ് പ്രധാനമായിട്ടും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് തൊഴിലാളികളുടെ അവകാശങ്ങൾ കൃത്യമായിട്ടും നിയമത്തിൽ നിർവഹിച്ചിട്ടുണ്ട്. അത് ലഭ്യമാകുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള അതിന്റെ സംബന്ധിച്ച പരാതികളും പരിഹാരങ്ങളുമാണ് പ്രധാന നിർദ്ദേശം തൊഴിൽ വകുപ്പ് പ്രധാനമായിട്ടും നിർവഹിക്കുന്നത്. നമ്മുടെ കേരളത്തിലെ സംബന്ധിക്കുകയാണെങ്കിൽ ഇപ്പം എത്ര മാത്രം ഏത് തരത്തിലാണ് തൊഴിൽ നിയമ വ്യവസ്ഥകൾ നമ്മൾ നടപ്പിലാക്കി വരുന്നത്? ഏതൊക്കെ തരം പരാതികൾ നമുക്ക് ലഭിക്കാറുണ്ടോ? ലേബർ ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിൽ തന്നെ നേരിട്ടിറങ്ങി അത് പരിഹരിക്കപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടാകാറുണ്ടോ? തൊഴിൽ വകുപ്പിൽ ദൈനംദിനം ധാരാളം പരാതികൾ ഇപ്പോൾ ഓൺലൈൻ സംവിധാനം വരെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ കൂടെയൊക്കെ നേരിട്ട് പരാതികൾ എത്തുന്നുണ്ട്. അത് പരിഹരിക്കാവുന്ന ഉടൻ ഓൺ ദ സ്പോട്ട് തന്നെ പരിശോധിച്ച് പരിഹാരം കാണാറുണ്ട്. അല്ലാത്തവ സമയമെടുത്ത് ചെയ്യേണ്ടവ ചർച്ചകളിലൂടെയും പരിഹാരങ്ങൾ കാണാറുണ്ട്. നമുക്കറിയാം, നമ്മുടെ ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിൽ തന്നെ പലതരത്തിലുള്ള പദ്ധതികൾ ഉണ്ടാവും, കലാകാലങ്ങളായി വരുന്ന പദ്ധതികളുണ്ടാവും. ഇത്തരത്തിൽ പുതിയതായിട്ടുള്ള പദ്ധതികൾ വരുമ്പം എങ്ങനെയാണ് ഇവയൊക്കെ ഈ ഉദ്യോഗാർത്ഥികളെ അറിയിക്കുന്നത്? ഏത് മാർഗത്തിലൂടെ അറിയിക്കുന്നത് എന്ന് വിശദീകരിക്കാമോ? തൊഴിൽ വകുപ്പിലെ കാലാകാലങ്ങളിൽ പുതിയ പദ്ധതികൾ വരുമ്പോൾ അത് പദ്ധതി രൂപീകരണത്തിന് മുമ്പ് തന്നെ ബന്ധപ്പെട്ട ട്രേഡ് യൂണിയനുകളുമായിട്ടും അതുപോലെ അതിന്റെ തൊഴിലുടമകളുമായിട്ടും ട്രേഡ് യൂണിയനുകളുമായിട്ട് ചർച്ച നടത്തിയാണ് ഇത് എത്തരത്തിൽ ഇത് നടപ്പിലാക്കണമെന്നുള്ള കാര്യത്തിൽ രൂപീകരണം വരുന്നത്. അപ്പോൾ തന്നെ ജില്ലാതലത്തിലും എല്ലാം ബന്ധപ്പെട്ടവരുടെ യോഗം വിളിച്ചു ചേർത്ത് അവരുടെ നിർദ്ദേശങ്ങൾ സ്വീകരിച്ചാണ് ഈ നിയമങ്ങൾ നമ്മൾ രൂപകൽപ്പന ചെയ്യുന്നത്. അതിനുശേഷം പത്രമാധ്യമങ്ങളിലൂടെയും അതുപോലെ ദൂരദർശൻ അതുപോലെയുള്ള മാധ്യമങ്ങളിലൂടെയും നല്ല പ്രചരണം നൽകിയും ഈ വിവരങ്ങൾ ജനങ്ങളെ അറിയിക്കാറുണ്ട്. അതല്ലാണ്ട് ഇത്തരം മാധ്യമങ്ങളൊക്കെ അല്ലാണ്ട് നമുക്കിപ്പോൾ ഓൺലൈൻ സംവിധാനങ്ങളൊക്കെ വന്നല്ലോ. അപ്പോൾ എങ്ങനെയാണ് ഡിപ്പാർട്ട്മെന്റ് അത് എത്തിക്കുന്നത്? അതൊന്ന് കുറച്ച് വിശദീകരിക്കാം. ഡിപ്പാർട്ട്മെന്റിന് സ്വന്തമായിട്ട് വെബ്സൈറ്റ് ഉണ്ട്. വെബ്സൈറ്റിൽ മുഖേന ധാരാളം ഡിപ്പാർട്ട്മെന്റിലെ ദൈനംദിന കാര്യങ്ങളെല്ലാം വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുന്നുണ്ട്. അതുവഴി വെബ്സൈറ്റിലാണെങ്കിലും ധാരാളം പേര് ദിവസം സന്ദർശിക്കുന്നുണ്ട്. അങ്ങനെ ധാരാളമായിട്ട് അങ്ങനെ വിവരങ്ങൾ ജനങ്ങളിലെത്തുന്നു. നമുക്കറിയാം, ഇപ്പം തൊഴിലുമായി ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ കുറെ അധികം ആളുകൾക്ക് പരാതികളും പ്രശ്നങ്ങളും ഒക്കെ ഉള്ള ഒരു മേഖല തന്നെയാണ്. അപ്പൊ ഇത്തരം കാര്യങ്ങളിൽ സ്ത്രീ പുരുഷ അനുപാതം അല്ലെങ്കിൽ നമ്മൾ നിയമത്തിന് മുമ്പിൽ തുല്യത എന്ന് പറയുന്ന ഒരു കാര്യം, ഇത് തൊഴിൽ മേഖലയിൽ നമുക്ക് പ്രാവർത്തികമായി നടപ്പിലാക്കാൻ കഴിയുന്നുണ്ടോ? തീർച്ചയായിട്ടും തൊഴിൽ നിയമങ്ങൾ അതിനുവേണ്ടി തന്നെ പ്രത്യേകമായിട്ട് തൊഴിൽ നിയമം കേന്ദ്ര ഗവൺമെന്റ് പാസ്സാക്കിയിട്ടുണ്ട്. സ്ത്രീക്കും പുരുഷനും തുല്യ ജോലി ചെയ്യുന്ന സ്ത്രീക്കും പുരുഷനും തുല്യമായ വേതനവും മറ്റ് ആനുകൂല്യങ്ങളും നൽകണമെന്ന് തന്നെ ഈ നിയമത്തിൽ നിഷ്കർഷിച്ചിട്ടുണ്ട്. അങ്ങനെ ലഭിക്കാത്ത തരത്തിലുള്ള പരാതികൾ വരുമ്പോൾ അതിൽ നടപടികൾ ഡിപ്പാർട്ട്മെന്റ് സ്വീകരിക്കാറുണ്ട്. ഇതുവരെ അത്തരത്തിലുള്ള നമുക്ക് നടപടികൾ സ്വീകരിച്ച കാര്യങ്ങളൊക്കെ ഉണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. പരാതികൾ ഈ നമ്മുടെ ടെക്സ്റ്റൈൽ ഷോപ്പുകളിലുമൊക്കെ തുല്യവേതനം ഇല്ല എന്ന് പറഞ്ഞ പരാതികൾ വരുന്ന സമയത്ത് നമ്മൾ പരിശോധിക്കുകയും വേതനം നൽകാനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. അത്തരത്തിലൊരു പരാതിയും കൊണ്ടുവരുന്ന ആൾക്ക് എങ്ങനെയാണ് നിയമത്തെ നമുക്ക് അപ്രോച്ച് ചെയ്യാൻ പറ്റുന്നത്? എങ്ങനെയാണ് അവർക്ക് നിയമം ലഭിക്കുന്നത്?
ഏറ്റവും താഴെത്തട്ടിലുള്ള അസിസ്റ്റന്റ് ലേബർ ഓഫീസർമാർക്കാണ് ഇതിനെ സംബന്ധിച്ച പരാതി നൽകേണ്ടത്. വലിയ വ്യാപാര സ്ഥാപനമാണെങ്കിൽ അവരൊരു ഗ്രൂപ്പായിട്ട് തിരിഞ്ഞ് പരിശോധന നടത്തുകയും ഈ പറയുന്ന പരാതിയിൽ കഴമ്പുണ്ടെന്ന് കണ്ടാൽ കൃത്യമായി അവർക്ക് ഉടമയ്ക്ക് നിർദ്ദേശങ്ങൾ നൽകുകയും അത് പാലിക്കപ്പെട്ടില്ലെങ്കിൽ അവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിച്ച് അത് ഈ കാര്യങ്ങൾ നടപ്പിലാക്കാൻ ശ്രദ്ധിക്കും. നമുക്കറിയാം ഇപ്പം സ്ത്രീ പുരുഷ അനുപാതത്തെ പറ്റിയൊക്കെ നമ്മൾ സംസാരിച്ചു. അപ്പം പല തരത്തിൽ ഇപ്പം ഈ ഓവർ ടൈമിന്റെ കാര്യം പറയുന്നു. ഇതിനൊക്കെ ഇപ്പൊ ഓവർ ടൈം ചെയ്താൽ വേതനം കൂടുതൽ കൊടുക്കണം എന്നുള്ള ഒരു നിയമവ്യവസ്ഥയൊക്കെ ഉള്ളതാണ്. ഇപ്പൊ ഇതൊക്കെ നമ്മുടെ നാട്ടിൽ ഇന്നും കണ്ടുവരുന്ന ഒരു സാഹചര്യമാണ്. ഇപ്പൊ നമുക്കറിയാം IT മേഖലയൊക്കെ എടുക്കുവാണെങ്കിൽ അവർക്കൊരു വളരെ ഷെഡ്യൂൾഡ് ആയിട്ടുള്ള ഒരു ടൈമൊക്കെ ഉണ്ട്. എങ്കിൽ കൂടിയും ഉദ്യോഗാർത്ഥികൾ അതിൽ കൂടുതൽ സമയം വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ അവരൊന്നും പരാതിപ്പെട്ട് മുന്നോട്ട് വരുന്നില്ല. ഈ ഒരു സാഹചര്യത്തെ എങ്ങനെയാണ് നമ്മൾ നോക്കിക്കാണേണ്ടത്? IT മേഖലയെ സംബന്ധിച്ച് അവർക്ക് നല്ല ഭാരിച്ച ശമ്പളം ലഭിക്കുന്ന ഒരു മേഖലയായതിനാൽ അവർ തൊഴിൽ സമയമോ അല്ല അതേ സംബന്ധിച്ചുള്ള കാര്യങ്ങളിലോ ഒന്നും അവർക്ക് യാതൊരു പരാതിയും ഇതുവരെ ഉന്നയിച്ച് കണ്ടിട്ടില്ല. അതുകൊണ്ട് ആ മേഖലയിലേക്ക് നമ്മൾ പരാതി വരുന്ന മേഖലയാണ് കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്നത്. അതുകൊണ്ട് ആ മേഖലയിലേക്ക് കൂടുതൽ ശ്രദ്ധിക്കാറില്ല. അതേസമയം പരാതികളുള്ള ധാരാളം ചെറുകിട മേഖലകളും അതുപോലെ വാണിജ്യ സേവനങ്ങൾ, ഫാക്ടറികൾ എന്നിവിടങ്ങളിൽ നിന്നാണ് ഇത് സംബന്ധിച്ച് പരാതികൾ കൂടുതൽ ലഭിക്കുന്നത്. അപ്പോൾ ആ മേഖലകൾ കൂടുതൽ ശ്രദ്ധിച്ച് പരാതിക്ക് പരിഹാരം കാണാറുണ്ട്. തീർച്ചയായിട്ടും നമുക്കൊരു കോൾ ഉണ്ട്. ഹലോ ഹലോ നമസ്കാരം. സാമൂഹ്യ പാഠത്തിലേക്ക് സ്വാഗതം. ആരാണ്? നമസ്കാരം, ഞാൻ മനോജ് പന്തളത്ത് നിന്ന് വിളിക്കുകയാണ്. പന്തളത്ത് നിന്ന് വിളിക്കുന്നു. മനോജ് എന്ത് ചെയ്യുന്നു? ഞാൻ ടെക്സ്റ്റൈൽ ഷോപ്പിൽ വർക്ക് ചെയ്യുകയാണ്. ഓക്കെ, നമ്മളോട് സംസാരിക്കാമല്ലോ? തീർച്ചയായിട്ടും, ചോദിച്ചോളൂ ചോദ്യങ്ങൾ. അതെ, നമസ്കാരം സാർ. നമസ്കാരം. ഞാനൊരു ടെക്സ്റ്റൈൽ ഷോപ്പിൽ ജോലി ചെയ്യാണ്. അപ്പൊ പബ്ലിക് ഹോളിഡേയിൽ ജോലി ചെയ്താൽ അതിന് പകരം ഒരു ദിവസത്തെ ഓഫ് എടുക്കാൻ അർഹതയുണ്ടോ എനിക്ക്? പബ്ലിക് ഹോളിഡേ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ടെക്സ്റ്റൈൽ ഷോപ്പിൽ എത്ര ജോലിക്കാരുണ്ട് അവിടെ? അവിടെ 70 പേരോളമുണ്ട്. 70 പേരുണ്ട്. അപ്പൊ 20 അതിലുള്ള ജീവനക്കാരുള്ള സ്ഥാപനങ്ങളിൽ നാഷണൽ ഫെസ്റ്റിവൽ ഹോളിഡേസ് ആക്ട് എന്ന് പറഞ്ഞ ഒരു നിയമം ബാധകമാണ്. ആ നിയമപ്രകാരം ഒരു വർഷം 4 നാഷണൽ ഹോളിഡേയും 9 ഫെസ്റ്റിവൽ ഹോളിഡേയും കൊടുക്കണം. 9 ഫെസ്റ്റിവൽ ഹോളിഡേയും കൊടുക്കണം. ആ ഹോളിഡേസിൽ ഉടമയ്ക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ജോലി ചെയ്യിക്കാം. പക്ഷേ അതിന് പകരം ജോലി ചെയ്യുന്ന ദിവസത്തിന് ഇരട്ടി ശമ്പളവും പകരം വേറെ ഓഫും നൽകണമെന്നാണ് ഈ നിയമത്തിൽ പറയുന്നത്. പകരം ഒരു ദിവസം ഓഫും വേണം, ഇരട്ടി ശമ്പളം. അതെ, ഡബിൾ സാലറി പ്ലസ് 1 ഓഫ്, എക്സ്ട്രാ ഓഫ്, വേറെ ദിവസം ഓഫ്. അതാണ് നിയമത്തിൽ. പിന്നെ ഓക്കെ, താങ്ക് യു. നന്ദി. വിളിച്ചതിന് വീണ്ടും വിളിക്കുക. തൊഴിൽ നിയമങ്ങളെ പറ്റിയാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. സർ, നമ്മളിപ്പം പലതരത്തിലുള്ള തൊഴിലിടങ്ങളിൽ തന്നെ സുരക്ഷയുമായി ബന്ധപ്പെട്ടും പലതരത്തിലുള്ള ഹരാസ്മെന്റുകളെ കുറിച്ചൊക്കെ നമ്മൾ പത്രമാധ്യമങ്ങളിലൂടെയൊക്കെ നമ്മൾ കേൾക്കുന്നു. ഇത്തരത്തിൽ അനുഭവിക്കുന്ന ധാരാളം ആളുകൾ നമ്മുടെ ചുറ്റുമുണ്ടാകും. ഇവരോട് നമ്മുടെ നിയമത്തിന് മുന്നിൽ പ്രൊട്ടക്ഷൻ കൊടുക്കാൻ നമുക്ക് എന്ത് സാധ്യതയാണുള്ളത്? സ്ത്രീ തൊഴിലാളികൾ പ്രധാനമായിട്ടും നേരിടുന്ന സെക്ഷൽ ഹറാസ്മെന്റ് എന്നുള്ള കാര്യം ഇപ്പം നിയമനിർമ്മാണം നടത്തുകയും അതനുസരിച്ച് സെക്ഷൽ ഹറാസ്മെന്റ് ഉണ്ടായാൽ അതെങ്ങനെ നേരിടണമെന്ന് കൃത്യമായിട്ട് നിയമത്തിൽ വ്യവസ്ഥ ചെയ്തിട്ടുണ്ട്. കൂടാതെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ വിധിന്യായങ്ങളും ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതനുസരിച്ച് സെക്ഷൽ ഹറാസ്മെന്റ് എന്ന് പറഞ്ഞാൽ അതിനെ എങ്ങനെ നിർവഹിക്കണമെന്നും സെക്ഷൽ ഹറാസ്മെന്റ് ഉണ്ടായാൽ എങ്ങനെ അതിനെ നേരിടണമെന്നും ഉള്ള കാര്യങ്ങളാണ് നിയമത്തിൽ വ്യവസ്ഥ ചെയ്തത്. അതനുസരിച്ച് ഓരോ സ്ഥാപനത്തിലും ഒരു സ്ത്രീ തൊഴിലാളി അധ്യക്ഷയായ 5 അംഗ കമ്മിറ്റി സെക്ഷൽ ഹറാസ്മെന്റ് ഡീൽ ചെയ്യാൻ പ്രത്യേകമായിട്ട് രൂപീകരിക്കണമെന്ന് ഉത്തരവുണ്ട്. അതിൽ ഭൂരിപക്ഷം 5 പേരിൽ 3 പേരും സ്ത്രീകളായിരിക്കണം. അതിൽ ഒരാൾ ഈ സ്ത്രീ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ പ്രഗത്ഭയായ പുറത്തു നിന്നുള്ള ഒരു സ്ത്രീ തന്നെ ആയിരിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. കമ്മിറ്റിയുടെ അധ്യക്ഷ എന്ന് പറയുന്നത് ആ സ്ഥാപനത്തിലെ സ്ത്രീ തൊഴിലാളി തന്നെ ആയിരിക്കണമെന്ന് പറയുന്നു. ഓക്കെ, നമുക്കൊരു കോൾ ഉണ്ട്, കോളിലോട്ട് പോകാം. ഹലോ നമസ്കാരം. സാമൂഹ്യ പാഠത്തിലേക്ക് സ്വാഗതം. നമസ്കാരം. പേരെന്താണ് വിളിക്കുന്ന ആളുടെ? ഹലോ സംസാരിക്കുന്ന ആളുടെ പേരെന്താണ്? ഒന്നോട് പറയാമോ? എന്റെ പേര് ശ്രീകാന്ത്, ആലപ്പുഴയിൽ നിന്ന് വിളിക്കുന്നു. ഓക്കെ ശ്രീകാന്ത്, സാറിനോട് ചോദിക്കൂ. ശരി സാർ. ചോദിക്കാനുള്ള ചോദ്യം, ഞാൻ IT മേഖലയിൽ വർക്ക് ചെയ്യുന്ന ഉദ്യോഗാർത്ഥിയാണ്. അപ്പൊ ഈ സ്വകാര്യ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾക്ക് സർവ്വസാധാരണമായിട്ട് ബോണ്ട് വെക്കുക എന്നൊരു പ്രക്രിയയുണ്ട്. അപ്പം ഇതിനെതിരെ പല നിയമങ്ങളുണ്ട്, പക്ഷെ ഇതൊന്നും ആർക്കും അറിയില്ല. അപ്പൊ അതിനെക്കുറിച്ച് ഒന്ന് വിവരിക്കാമോ? സ്വകാര്യ മേഖലയിൽ ബോണ്ട് നൽകണമെന്നുള്ളത് നിയമപരമായ ഒരു ബാധ്യത ഗവൺമെന്റ് ഒരു നിയമത്തിലും ഇല്ല. നിയമപരമായിട്ടുള്ള ബാധ്യതയില്ല. പക്ഷെ നിങ്ങൾ തൊഴിൽ ഉപേക്ഷിച്ച് പോകാതിരിക്കാൻ വേണ്ടി ഉടമ സ്വീകരിക്കുന്ന ഒരു അവരുടെ പെട്ടെന്ന് നിങ്ങൾ തൊഴിൽ ഉപേക്ഷിച്ച് പോകാതിരിക്കാൻ വേണ്ടി അല്ലെ ഒരു വർഷത്തെ ബോണ്ട് വെച്ചാൽ ഒരു വർഷം നിങ്ങൾ നിൽക്കുമല്ലോ, ആ ഒരു ഉദ്ദേശത്തിലാണ് ഉടമ ഇങ്ങനെ ചെയ്യുന്നത്. പക്ഷെ അതൊരു നിയമപരമായ ബാധ്യതയല്ല. നിയമത്തിൽ അതിനെ സംബന്ധിച്ച് എങ്ങും പറയുന്നില്ല.
സാർ അതിനെതിരായിട്ടൊരു നിയമം ഇല്ലേ? അതിന് അങ്ങനെ ചെയ്യരുതെന്നും ബോണ്ട് വെക്കരുതെന്നുള്ള നിയമങ്ങളും ഇപ്പം നിലവിലില്ല. ഓക്കെ, താങ്ക് യു ശ്രീകാന്ത്. നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് സെക്ഷൽ ഹരാസ്മെന്റിനെ പറ്റിയാണ്. അപ്പോൾ സെക്ഷൽ ഹരാസ്മെന്റ് കമ്മിറ്റി രൂപീകരിക്കണമെന്നും അതിൽ 5 അംഗങ്ങൾ ഉണ്ടായിരിക്കണം, ആ സ്ഥാപനത്തിൽ ഒരു സ്ത്രീ തൊഴിലാളി ആയിരിക്കണം ഇതിന്റെ കമ്മിറ്റിയുടെ അധ്യക്ഷയെന്നും, കൂടാതെ ഭൂരിപക്ഷം സ്ത്രീകളായിരിക്കണം കമ്മിറ്റിയിൽ ഉണ്ടായിരിക്കേണ്ടത്. ഈ വിഷയമായിട്ട് പരിചയമുള്ള ഒരു പുറത്തുനിന്നുള്ള ഒരു സോഷ്യൽ വർക്കറോ അതുപോലെയുള്ള ഒരാൾ കമ്മിറ്റിയിൽ ഉണ്ടായിരിക്കണമെന്നും വ്യവസ്ഥയുണ്ട്. എന്ത് പരാതി കിട്ടിയാലും ഈ കമ്മിറ്റി പരിഗണിക്കണമെന്നും, പോലീസ് ഡീൽ ചെയ്യേണ്ട വിഷയങ്ങളാണെങ്കിൽ അത് പോലീസിലേക്ക് റെഫർ ചെയ്യണമെന്നും, അല്ലാത്ത കാര്യങ്ങൾ ഈ കമ്മിറ്റി ഉടനടി പ്രശ്നപരിഹാരം ഉണ്ടാക്കി ചർച്ച ചെയ്ത് അതിൽ തീരുമാനം എടുക്കണമെന്നുമാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് സംബന്ധിച്ചൊരു മാസം തോറും കമ്മിറ്റിയുടെ റിപ്പോർട്ട് കമ്മിറ്റി കൂടിയിട്ട് അതിൻ്റെ ഒരു മിനിറ്റ്സ് രേഖപ്പെടുത്തുകയും വാർഷിക റിപ്പോർട്ട് ഗവൺമെന്റിൽ സമർപ്പിക്കണമെന്നും ഇതിൽ പറയുന്നുണ്ട്. സർ, ഇത്തരത്തിൽ നമ്മൾ ഇത്രയും കമ്മിറ്റികളൊക്കെ രൂപീകരിച്ചിട്ടും നമ്മുടെ നാട്ടിൽ ഇന്നും ഇത്തരം പ്രശ്നങ്ങളുണ്ട്. അപ്പം ഇത്തരം പ്രശ്നങ്ങൾ നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ പെട്ടെന്ന് എടുക്കാവുന്ന ഒരു നടപടി എന്ന് പറയുന്നത് എന്തായിരിക്കും? നമ്മൾ ഈ സുപ്രീം കോടതി ജഡ്ജ്മെന്റും നിയമപ്രകാരമുള്ള കാര്യങ്ങൾ ഈ ഒരു സ്ത്രീ തന്നെ അധ്യക്ഷയായ കമ്മിറ്റിയാണ്. അപ്പോൾ അതിന് ഇമ്മീഡിയറ്റ് ഉള്ളൊരു പരിഹാരം ഈ കമ്മിറ്റി മുഖാന്തരം തന്നെ എടുക്കാം. പിന്നെ നിയമങ്ങളുടെ IPC-യിലൊക്കെ ലംഘനം ഉണ്ടെങ്കിൽ അത് പോലീസ് ഡിപ്പാർട്ട്മെന്റിലേക്ക് റെഫർ ചെയ്തു പോകണമെന്നാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് തൊഴിൽ വകുപ്പിൽ തന്നെ പല കാലാകാലങ്ങളായിട്ടുള്ള പല പദ്ധതികളുമുണ്ട്. എന്തൊക്കെ തരത്തിലുള്ള പദ്ധതികളാണ് ഈ വകുപ്പിന്റെ കീഴിലുള്ളത്? തൊഴിൽ നിയമങ്ങൾ പ്രകാരമുള്ള കാര്യങ്ങൾ കൂടാതെ ഉദ്ദേശം 16ഓളം ക്ഷേമനിധികൾ സംസ്ഥാനത്ത് ഇപ്പം നടപ്പിലാക്കിയിട്ടുണ്ട്. അത് ഓരോ വ്യവസായത്തിനും പ്രത്യേകമായിട്ട് തന്നെ, ഇപ്പം കള്ളയത്ത് വ്യവസായം അല്ലെങ്കിൽ മോട്ടോർ തൊഴിലാളി, കശുവണ്ടി, അങ്ങനെ നിരവധിയായ 16ഓളം ക്ഷേമനിധികൾ ഇപ്പം സംസ്ഥാനത്ത് നടക്കുന്നുണ്ട്. ഇതിലൊക്കെ ഓരോ ആ മേഖലയിൽപ്പെട്ട തൊഴിലാളികൾ ഈ ഓരോ ക്ഷേമനിധിയിൽ അംഗത്വം എടുക്കുകയും അതിനനുസരിച്ച് അവർ മന്ത്ലി അതിൻ്റെ സബ്സ്ക്രിപ്ഷൻ അടച്ചുകൊണ്ടിരുന്നാൽ അവരുടെ റിട്ടയർമെൻറ്റ് സമയമാകുമ്പോൾ പെൻഷനും അതുപോലെ അവർക്ക് അടച്ച പൈസ ഉൾപ്പെടെയുള്ള മൊത്തം ആനുകൂല്യങ്ങളും തിരിച്ചു കിട്ടും. കൂടാതെ അവരുടെ മക്കളുടെ വിദ്യാഭ്യാസമോ അല്ലെങ്കിൽ രോഗചികിത്സ, ഭവന നിർമ്മാണം, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഇതിൽ നിന്നും ധനസഹായം ലഭിക്കുന്നതിനും വ്യവസ്ഥയുണ്ട്. ഇതുകൂടാതെയുള്ള ഒരു പദ്ധതിയാണ് ഇപ്പം കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റും കൂടെ നടപ്പിലാക്കുന്ന ഒരു സമഗ്ര ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി നമ്മുടെ കേരളത്തിൽ നടന്നു വരുന്നുണ്ട്. തീർച്ചയായിട്ടും നമ്മുടെ സാമൂഹ്യപാഠത്തിന്റെ ഒരു പ്രേക്ഷക ലൈനിലുണ്ട്, സുജാത എറണാകുളത്ത് നിന്ന്. ഹലോ 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 സുജാത, നമസ്കാരം. നമസ്കാരം. സാമൂഹ്യപാഠത്തിലേക്ക് സ്വാഗതം. ഓക്കെ, ചോദ്യങ്ങൾ ചോദിച്ചോളൂ. ഞാൻ ഒരു സ്വകാര്യ പ്രസ്സിൽ ജോലി ചെയ്യുന്ന വ്യക്തിയാണ്. ഞങ്ങളുടെ സ്ഥാപനത്തിൽ 15ഓളം ജോലിക്കാരുണ്ട്. അപ്പം അവിടെ ഞങ്ങൾക്ക് ദിവസം കിട്ടുന്ന വേതനം 150 രൂപയാണ്. അപ്പൊ ഗവൺമെന്റ് ഫിക്സ് ചെയ്തിരിക്കുന്ന മിനിമം വേജസ് കിട്ടാൻ ഞങ്ങൾക്ക് അർഹതയുണ്ടോ? അതേക്കുറിച്ച് ചോദിക്കാനാണ് ആഗ്രഹിക്കുന്നത്. തീർച്ചയായിട്ടും മിനിമം വേതനം ഒരു തൊഴിലാളിയുള്ള സ്ഥാപനത്തിൽ പോലും മിനിമം വേതന നിയമം ബാധകമാണ്. അതനുസരിച്ച് ഗവൺമെന്റ് നിശ്ചയിച്ചിട്ടുള്ള മിനിമം കൂലിക്ക് നിങ്ങൾക്ക് അർഹതയുണ്ട്. നിങ്ങൾക്ക് ഈ ഗവൺമെന്റ് നിശ്ചയിച്ച കൂലി ലഭിക്കുന്നതിന് നിങ്ങളുടെ സ്ഥലത്തുള്ള അസിസ്റ്റന്റ് ലേബർ ഓഫീസർ ബന്ധപ്പെട്ട് പരാതി എഴുതി നൽകിയാൽ അദ്ദേഹം തീർച്ചയായിട്ടും അതിനകത്ത് നടപടിയെടുക്കും. നിങ്ങൾക്ക് മിനിമം വേതനം കിട്ടാനുള്ള നടപടി അദ്ദേഹം സ്വീകരിക്കും. നമസ്കാരം സുജാത, നന്ദി. വീണ്ടും വിളിക്കുക. നമുക്ക് സംസാരിച്ചുകൊണ്ടിരുന്ന ഇപ്പം ഇൻഷുറൻസിന്റെ കാര്യം പറഞ്ഞു, ആരോഗ്യ ഇൻഷുറൻസ് സംബന്ധിച്ചിപ്പം കേന്ദ്ര ഗവൺമെന്റും കേരള ഗവൺമെന്റും കൂടെയാണ് സംയുക്തമായിട്ട് നടപ്പിലാക്കുന്ന പദ്ധതിയാണ്. ഇതനുസരിച്ച് ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള എല്ലാ കുടുംബങ്ങൾക്കും ആരോഗ്യ ഇൻഷുറൻസിൽ പങ്കെടുക്കാം, ഇതിനകത്ത് എൻറോൾ ചെയ്യാം. അതനുസരിച്ച് ഒരു കുടുംബത്തിലെ 5 അംഗങ്ങൾക്ക് ഒരു സാമ്പത്തിക വർഷത്തേക്ക് 30,000 രൂപയുടെ സൗജന്യ ചികിത്സ ലഭിക്കുന്ന പദ്ധതിയാണ് ആരോഗ്യ ഇൻഷുറൻസ്. അതുകൂടാതെ കേരള ഗവൺമെന്റ് ഇതിന് 2 അഡീഷണലൂടെ വരുത്തിയിട്ടുണ്ട്. ചിസ് എന്നുള്ളത് ചിസ് പ്ലസ് എന്നും. ചിസ് എന്ന് പറയുന്ന പദ്ധതി പ്രകാരം നമ്മുടെ കേരളത്തിലെ ക്ഷേമനിധികളിൽ അംഗങ്ങളായുള്ള മെമ്പർമാർക്ക് അവരുടെ വരുമാനമോ അവർ പിന്നെ BPL ആണോ എന്നുള്ളതൊന്നും നോക്കാതെ തന്നെ ഈ ചിസ് പ്ലസിൽ അവർക്ക് അംഗത്വം കൊടുക്കുകയും ഇതേ കാറ്റഗറിയിൽ തന്നെ 30,000 രൂപയുടെ സൗജന്യ ചികിത്സയും ഒരു കുടുംബത്തിൽ 5 പേർക്ക് കിട്ടുന്ന വ്യവസ്ഥ പ്രകാരം അത് കേരള ഗവൺമെന്റ് ഇതിന് പുറമേ നൽകുന്നൊരു ആനുകൂല്യമാണ്. ഇതുകൂടാതെ ചിസ് പ്ലസ് എന്ന് പറഞ്ഞ ഒരു പദ്ധതിയിൽ കിഡ്നി, ക്യാൻസർ, ഹൃദ്രോഗം, തലച്ചോറിൻ്റെ അസുഖങ്ങൾ, അങ്ങനെയുള്ള മാരകമായ അസുഖങ്ങൾ പിടിപെട്ടാൽ 70,000 രൂപ കൂടി അഡീഷണൽ, ഈ 30,000 രൂപയ്ക്ക് പുറമെ 70,000 രൂപ കൂടി ലഭിക്കുന്ന ഒരു പദ്ധതി ആണ് ചിസ് പ്ലസ്. അതും കേരള ഗവൺമെന്റ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ്. ഈ പദ്ധതികളെല്ലാം തന്നെ കേരളത്തിൽ നല്ല പൊതുജനങ്ങളുടെ ഇടയിൽ നല്ല രീതിയിൽ സഹകരണം കിട്ടുന്ന പദ്ധതിയാണ്. ഈ വർഷത്തെ
ഈ കാർഡിൻ്റെ പുതുക്കൽ ഇപ്പം തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. ഇതനുസരിച്ച് ഓരോ കുടുംബത്തിലെ കുടുംബനാഥനോ അല്ല നാഥയോ കൂടാതെ 4 പേർ കൂടെ ഇതിൽ അംഗം കിട്ടും. അതിൽ ഒരു വ്യക്തിയുടെ ആവശ്യത്തിന് തന്നെയാണെങ്കിലും 30,000 രൂപയുടെ ചികിത്സ കിട്ടും. അല്ലെങ്കിൽ കുടുംബത്തിലെ 5 പേർക്കും കൂടെ ഒരു വർഷത്തിന് 30,000 രൂപ വരെ പരമാവധി കിട്ടും. കൂടാതെ ഈ പദ്ധതി പ്രകാരം കുടുംബനാഥനോ നാഥയോ അപകടത്തിൽ മരിച്ചാൽ 1,00,000 രൂപയുടെ ഒരു ആനുകൂല്യം ലഭിക്കുന്ന കൂടി ഒരു പദ്ധതിയിൽ വിഭാവനം ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും ഒരുപാട് പദ്ധതികളുണ്ട്. വീണ്ടും സമൂഹപാഠത്തിൽ ഒരു കോളർ ഉണ്ട്. ഹലോ ഹലോ നമസ്കാരം മാഡം, ഞാൻ വിളിക്കുന്നത് മാഡം തിരുവല്ല എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഞാൻ ഇരുപേരൂർ തിരുവല്ല എന്ന സ്ഥലത്ത് ഇരുപേരൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് പത്തനംതിട്ട ജില്ല. അതെ അതെ, പേരൊന്ന് പറയാമോ? എന്റെ പേര് ഫിലിപ്പോ ഫോജെ. ഓക്കെ, സംശയങ്ങൾ സാറിനോട് ചോദിച്ചോളൂ. സാറ് ഗുഡ് ആഫ്റ്റർനൂൺ സാർ. പറഞ്ഞോളൂ സാറേ, ഞാൻ പത്തനംതിട്ട ജില്ലയില് ഇരുപേരൂർ എന്ന സ്ഥലത്ത് സ്കൂളിൽ വർക്ക് ചെയ്ത പിയൂണെന്ന് ആണ് ഞാൻ. ഗവൺമെന്റ് സ്കൂളാണോ അതോ പ്രൈവറ്റ് സ്കൂളാണോ? ഗവൺമെന്റ് സ്കൂള്. ഗവൺമെന്റ് ആണ്. ഗവൺമെന്റ് സിംഗിൾ മാനേജ്മെന്റാ. സിംഗിൾ മാനേജ്മെന്റ് ആണ്. എയ്ഡഡ് സ്കൂളാണ്. എയ്ഡഡ് സ്കൂളാണ്. എയ്ഡഡ് സ്കൂളുണ്ട്. പറഞ്ഞോളൂ സാറേ, ഞാൻ 5 വർഷത്തെ സർവീസ് ഉണ്ട്. പാക്കേജ് ലിസ്റ്റിൽ എന്റെ പേരും ഉണ്ടായിരുന്നു. അന്നേരം ഇത്രയും വർഷമായിട്ട് അതിന്റെ ഒന്നും ആയിട്ടില്ല സാർ. പിന്നെ മാനേജ്മെന്റ് ബോർഡ് വെച്ചിട്ടുണ്ടായിരുന്നേ. ആ ബോണ്ടിന്റെ പേരിൽ എന്നോട് പറഞ്ഞു അവിടെ ജോലി ചെയ്യാൻ പറ്റത്തില്ല എന്നെല്ലാം പറഞ്ഞതാണ്. അന്നേരം സാറേ, അതിന്റെ കാര്യം എങ്ങനെയാണെന്ന് അറിയാനാണേ. ഇതിപ്പം ഗവൺമെന്റ് എയ്ഡഡ് സ്കൂളിലെ നിയമനം സംബന്ധിച്ച് തൊഴിൽ വകുപ്പിന് ഒരു കാര്യവും ഇടപെടാൻ നിവൃത്തിയില്ല. വെച്ചാൽ അത് ഗവൺമെന്റിന്റെ വിദ്യാഭ്യാസ വകുപ്പാണ് ആ കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടത്. തൊഴിൽ വകുപ്പിന് അതിനകത്ത് കാര്യമില്ല. അതാണ് ഞാൻ ചോദിച്ചത്. അൺഎയ്ഡഡ് സ്കൂളാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും തൊഴിൽ നിയമ ലംഘനങ്ങളുണ്ടെങ്കിൽ അത് വകുപ്പിന് ഇടപെടാം. പക്ഷേ ഗവൺമെന്റ് ശമ്പളം തരുന്ന എയ്ഡഡ് സ്കൂളിലെ കാര്യങ്ങൾ വിദ്യാഭ്യാസ വകുപ്പാണ് ചെയ്യേണ്ടത്. ഓക്കെ, നന്ദി. നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്ന ഇൻഷുറൻസിന്റെ കാര്യങ്ങളെ പറ്റിയാണ്. അപ്പൊ ഇത്തരം കാര്യങ്ങളെല്ലാം, ഇത്തരം പദ്ധതികളെല്ലാം ഉണ്ട് എന്ന് നമുക്കറിയാം. ഇപ്പം ആരോഗ്യ പ്രശ്നങ്ങളെ സംബന്ധിച്ച് ഗവൺമെന്റ് ഒരുപാട് തലത്തിൽ അഡ്വർടൈസ്മെന്റ് ചെയ്യുന്നു. ഇപ്പം തൊഴിൽ വിഭാഗവുമായി ബന്ധപ്പെട്ട് ഇത്തരം പദ്ധതികൾ ഉണ്ടെന്ന് നമ്മുടെ ഇടയ്ക്ക് ആളുകളിൽ പ്രചരിക്കുന്നുണ്ടോ? അത്രമധികം പ്രചരിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും നല്ല പ്രചരണമുണ്ട്. കാരണം നമ്മൾ ഇപ്പം തന്നെ ഈ അടുത്ത സാമ്പത്തിക വർഷത്തേക്കുള്ള ആനുകൂല്യം നൽകാനുള്ള സ്മാർട്ട് കാർഡിന്റെ ഇഷ്യൂ നടക്കുകയാണ് ഇപ്പം. അപ്പോൾ ഓരോ പഞ്ചായത്തിലും ഓരോ വാർഡ് തലത്തിലും ക്യാമ്പ് നടത്തിയാണ് ഇത് ചെയ്യുന്നത്. അവിടുത്തെ ജനങ്ങളുടെ ബാഹുല്യവും അതിൽ പങ്കെടുക്കുന്ന താല്പര്യവും കാണുമ്പോൾ തീർച്ചയായിട്ടും ഇത് പൊതുജനത്തിന്റെ ഈ കാര്യത്തിൽ നല്ല അറിവുണ്ടെന്നുള്ള കാര്യം നമുക്കറിയാം, ബോധ്യപ്പെടുന്നു. തൊഴിൽ വകുപ്പിന്റെ കാര്യങ്ങൾ തന്നെ പറഞ്ഞു വരികയാണ്. നമുക്ക് കേരളത്തിലെ ഒരു അവസ്ഥ എടുത്താൽ എങ്ങനെയാണ് ഈ നിയമവ്യവസ്ഥ, തൊഴിലുമായി ബന്ധപ്പെട്ട ഒരു നിയമവ്യവസ്ഥയെ കുറിച്ചൊന്ന് വിശദീകരിക്കാമോ? നമ്മൾ കേരളത്തെ സംബന്ധിച്ച് ഇന്ത്യയിൽ തന്നെ ഏറ്റവും നന്നായിട്ട് തൊഴിൽ നിയമങ്ങൾ നടപ്പിലാക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. അത് മനസ്സിലാവണമെങ്കിൽ ഞങ്ങൾ ട്രെയിനിങ്ങിന്റെ ഭാഗമായിട്ടൊക്കെ ഡൽഹിയിലൊക്കെ പോകുമ്പോൾ വളരെ ആരാധനയോടാണ് കേരളത്തിൽ നിന്ന് വരുന്ന ഉദ്യോഗസ്ഥരെ അവർ സ്വീകരിക്കുന്നത്. അത് കാരണം എന്ന് വെച്ചാൽ ഏത് കാര്യത്തിലും ആധികാരികമായിട്ട് പറയാനും അല്ലെങ്കിൽ നമ്മൾ നിയമങ്ങൾ നടപ്പിലാക്കുന്ന രീതിയെ പറ്റിയൊക്കെ അവർക്ക് കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ട് കേരളത്തെ സംബന്ധിച്ച് തൊഴിൽ നിയമങ്ങൾ ശക്തമായിട്ട് നടപ്പിലാക്കുന്ന ഒരു സംസ്ഥാനമാണ്. അതിനകത്ത് യാതൊരു വിട്ടുവീഴ്ചയും ഗവൺമെന്റ് ഭാഗത്തുനിന്ന് ചെയ്യാറില്ല. ഇപ്പം നമുക്കറിയാം പല വിഭാഗങ്ങളിലായിട്ട് ജോലി ചെയ്യുന്ന ആളുകളുണ്ട്. ഇപ്പൊ കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് ഉണ്ട്, അഗ്രികൾച്ചർ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവരുണ്ട്, അങ്ങനെ പല കാറ്റഗറി ഉണ്ട്. ഇവരെയൊക്കെ എങ്ങനെയാണ് നിയമം സംരക്ഷിക്കുന്നത്? ഞാൻ പറഞ്ഞു കഴിഞ്ഞു 30ഓളം തൊഴിൽ നിയമങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞു. അതിനകത്ത് ഓരോ വിഭാഗത്തിനും ഇപ്പം കർഷകരെ സംബന്ധിച്ച്, കർഷക തൊഴിലാളിയെ സംബന്ധിച്ചാണെങ്കിൽ അഗ്രികൾച്ചർ വർക്കേഴ്സ് ആക്ട്. തീർച്ചയായിട്ടും നമുക്ക് ഒരു കോളും കൂടെ ഉണ്ട്. ഹലോ, സാമൂഹ്യ പാഠത്തിലേക്ക് സ്വാഗതം. ആരാണ്? ഞാൻ ജയശ്രീയാണ്, ചങ്ങനാശ്ശേരിയിൽ നിന്ന്. ഓക്കെ ജയശ്രീ, സാറിനോട് സംശയങ്ങൾ ചോദിച്ചോളൂ. സാർ, ഞാനൊരു പ്രൈവറ്റ് സ്ഥാപനത്തിൽ 15 വർഷത്തോളം ജോലി ചെയ്തതിനു ശേഷം അവിടെ നിന്ന് വിരമിച്ചു. അതിന് അവിടെ എനിക്ക് ഗ്രാറ്റുവിറ്റിക്കുള്ള അർഹതയുണ്ടോന്ന് പറയാം. നിങ്ങൾ ജോലി ചെയ്ത സ്ഥാപനത്തിൽ എത്ര ജീവനക്കാരുണ്ടായിരുന്നു? ജീവനക്കാർ ഏകദേശം 10-15 പേര് കൂടെ ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ ഗ്രാറ്റുവിറ്റി നൽകുന്നതിനെ സംബന്ധിച്ച് കേന്ദ്ര ഗവൺമെന്റിന്റെ ഗ്രാറ്റുവിറ്റി പേയ്മെന്റ് ഓഫ് ഗ്രാറ്റുവിറ്റി ആക്ട് എന്നൊരു നിയമം തന്നെ ഉണ്ട്. ആ നിയമപ്രകാരം 10ഓ അതിൽ കൂടുതലോ ജീവനക്കാർ ഒരു സമയം ജോലി ചെയ്ത സ്ഥാപനങ്ങളിൽ ഗ്രാറ്റുവിറ്റി ആക്ട് ബാധകമാണ്.
ഈ നിയമപ്രകാരം 5 വർഷം തുടർച്ചയായിട്ട് ഒരു സ്ഥാപനത്തിൽ സേവനം ചെയ്ത ഒരു ജീവനക്കാരന് അല്ലെ ജീവനക്കാരിക്ക് ഗ്രാറ്റുവിറ്റിക്ക് അർഹതയുണ്ട്. 5 വർഷം തുടർച്ചയായ സേവനം. നിങ്ങളെ സംബന്ധിച്ച് 15 വർഷം ജോലി ചെയ്തതായിട്ട് പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് 10 കൂടുതൽ ജീവനക്കാരുള്ള സ്ഥാപനമായതുകൊണ്ട് ഗ്രാറ്റുവിറ്റിക്ക് നിങ്ങൾക്ക് അർഹതയുണ്ട്. ഗ്രാറ്റുവിറ്റി തരാൻ ആവശ്യപ്പെട്ട് തൊഴിലുടമയ്ക്ക് നിങ്ങളൊരു നോട്ടീസ് കൊടുക്കണം. ഉടമ ഗ്രാറ്റുവിറ്റി 30 ദിവസം തരുന്നില്ലെങ്കിൽ നിങ്ങൾ ഗ്രാറ്റുവിറ്റി കൺട്രോളിംഗ് അതോറിറ്റിയായ ഡെപ്യൂട്ടി ലേബർ കമ്മീഷണർ മുമ്പാകെ ഒരു അപേക്ഷ സമർപ്പിച്ചാൽ നിങ്ങളുടെ ഭാഗം കേട്ട് ഇരുകൂട്ടരെ വിളിച്ചു വരുത്തി തെളിവെടുത്ത് ഗ്രാറ്റുവിറ്റിക്ക് അർഹതയുണ്ടെങ്കിൽ അതനുസരിച്ച് ഉത്തരവ് ഡെപ്യൂട്ടി ലേബർ കമ്മീഷണർ തരുന്നു. നിങ്ങൾക്ക് 30 ദിവസം തരുന്നില്ലെങ്കിൽ അതിന് 10% പലിശയ്ക്ക് കൂടി അർഹതയുണ്ട്. ഇനി ഗ്രാറ്റുവിറ്റി കണക്കാക്കുന്ന രീതിയും കൂടെ പറഞ്ഞുതരാം. നിങ്ങൾ അവസാനം വാങ്ങിയ ശമ്പളം മാസശമ്പളമായിരുന്നല്ലോ അല്ലേ? മാസശമ്പളം മാസശമ്പളം ഉള്ള ആളാകുമ്പോൾ അവസാനം നിങ്ങൾ വാങ്ങിയ ശമ്പളത്തിന്റെ ഇൻറ്റു നമ്പർ ഓഫ് എത്ര വർഷം നിങ്ങൾ ജോലി ചെയ്തു. ഇപ്പം 15 വർഷം എന്ന് പറഞ്ഞു. അപ്പം ലാസ്റ്റ് ശമ്പളം 10,000 രൂപ ആയിരുന്നെങ്കിൽ 10,000 ഗുണം 15 ഇൻറ്റു ഓരോ വർഷത്തിനും മാസത്തിന്റെ പകുതി ശമ്പളം എന്നാണ്. അതിന് സുപ്രീം കോടതി ജഡ്ജ്മെന്റ് അനുസരിച്ച് ഒരു മാസത്തിൽ 26 ദിവസമായിട്ട് കണക്കാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ലാസ്റ്റ് സാലറി ഇൻറ്റു നമ്പർ ഓഫ് ക്വാളിഫയിങ് എത്ര സർവീസ് ഇൻറ്റു 15/26 എന്നുള്ള ഫോർമുല അപ്ലൈ ചെയ്ത് ഗ്രാറ്റുവിറ്റിക്ക് നിങ്ങൾക്ക് അർഹതയുണ്ട്. ഏറ്റവും കൂടിയ ഗ്രാറ്റുവിറ്റിക്ക് സീലിംഗ് ഉണ്ട്. 10 ലക്ഷം രൂപ വരെയാണ് ഗ്രാറ്റുവിറ്റി നൽകുന്നത്. ഏറ്റവും കുറഞ്ഞ ഇതിന് ഒന്നുമില്ല. എത്ര രൂപയാണ് നിങ്ങൾക്ക് അർഹതയെങ്കിൽ അത് കിട്ടും. കൂടാതെ 30 ദിവസം കഴിഞ്ഞാൽ നിങ്ങൾക്ക് 10% പലിശയോടെ സിമ്പിൾ ഇൻട്രസ്റ്റോടെ അർഹതയുണ്ട്. നന്ദി ജയശ്രീ. വീണ്ടും വിളിക്കുക. നമുക്ക് വീണ്ടും ഒരു കോൾ ഉണ്ട്. വിജയൻ ഗുജറാത്തിൽ നിന്ന് വിളിക്കുന്നു. നമസ്കാരം വിജയൻ. നമസ്കാരം. സാമൂഹ്യ പാഠത്തിലേക്ക് സ്വാഗതം. സാറിനോട് സംശയങ്ങൾ ചോദിച്ചോളൂ. ഹലോ സർ. വിജയ പറഞ്ഞോളൂ. എനിക്ക് പ്രധാനമായിട്ട് അറിയേണ്ടത് ഷോപ്പ് ആൻഡ് എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ടും ഫാക്ടറീസ് ആക്ടുമായിട്ടുള്ള ബേസിക് ഡിഫറൻസ് എന്താണ് ആസ് ഫാർ ആസ് വർക്കേഴ്സ് ആർ കൺസേൺഡ്? ഷോപ്സ് ആൻഡ് കൊമേഴ്ഷ്യൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട് ബാധകമാകുന്നത് കടകളിലും വാണിജ്യ സ്ഥാപനം. കട എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു സാധനങ്ങൾ വിൽക്കുക എന്നുള്ള ഉദ്ദേശത്തിൽ തുടങ്ങുന്നതാണ് കടകൾ. വാണിജ്യ സ്ഥാപനങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹോട്ടലുകൾ, സിനിമാ തിയേറ്ററുകൾ, അങ്ങനെയുള്ള ബാങ്കുകൾ, അതൊക്കെയാണ് വാണിജ്യ സ്ഥാപനങ്ങൾ. അങ്ങനെയുള്ള സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന ജീവനക്കാർക്കാണ് ഷോപ്സ് ആൻഡ് കൊമേഴ്ഷ്യൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട് ബാധകമാകുന്നത്. അതേസമയം ഒരു നിർമ്മാണ പ്രവൃത്തി വൈദ്യുതിയുടെ സഹായത്തോടെ ചെയ്യുന്ന ഫാക്ടറികൾ, അതാണ് ഫാക്ടറി എന്നുള്ളതിന്റെ ഡെഫിനിഷൻ. ആ ഫാക്ടറികളിൽ ജോലി ചെയ്യുന്ന ജീവനക്കാർക്കാണ് ഫാക്ടറീസ് ആക്ട് ബാധകമാകുന്നത്. അപ്പം രണ്ട് നിയമം എൻ്റർലി ഡിഫറൻ്റ് ആണ്. ഫാക്ടറീസ് ആക്ട് ബാധകമാകുന്ന സ്ഥലത്ത് ഒരിക്കലും ഷോപ്സ് ആൻഡ് കൊമേഴ്ഷ്യൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട് നടപ്പിലാക്കാൻ പറ്റില്ല. അതുപോലെ തിരിച്ചും പറ്റില്ല. ഒരു സംശയം കൂടെ പറഞ്ഞോളൂ. ഈ പല ഫാക്ടറീസിലും റൗണ്ട് ദി ക്ലോക്ക് പ്രൊഡക്ഷൻ നടക്കുന്നുണ്ട്. അവിടെ പെർമനന്റ് നേച്ചറിലുള്ള പലവർക്കും കാഷ്വൽ ലേബേഴ്സിനെ കുറിച്ച് ചെയ്യിക്കുന്നുണ്ട്. അത് ലീഗലാണോ ഇല്ലീഗലാണോ? ഒരു സ്ഥാപനത്തില് കാഷ്വൽ ജീവനക്കാരെ നിയമിക്കാൻ വയ്യ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം കാഷ്വൽ നേച്ചർ എന്ന് പറഞ്ഞാൽ തന്നെ ഒരു പെട്ടെന്ന് ഒരു ഫാക്ടറിയിൽ പ്രൊഡക്ഷൻ കൂടുതൽ എടുക്കേണ്ട ഒരു സാഹചര്യം വരുമ്പോൾ ഉള്ള പെർമനന്റ് നേച്ചറുള്ള വർക്കേഴ്സിനെ കൊണ്ട് നടക്കാതെ സാഹചര്യം വരുമ്പോൾ അങ്ങനെയുള്ള സാഹചര്യം അല്ല സാർ. ഞാൻ വേണ്ടി മേക്ക് ഇറ്റ് ക്ലിയർ. പെർമനന്റ് ആയിട്ട് ഉള്ള വർക്ക് ഒട്ടും അഡീഷണൽ ആയിട്ടുള്ള റെസ്പോൺസിബിലിറ്റി ഇല്ലാതെ ഓൾ ദീസ് 3 ഷിഫ്റ്റ്സ് ഓപ്പറേഷൻ 8 hour ഈസ് സെയിം വർക്ക് 365 days കണ്ടിന്യൂസ് ഓപ്പറേഷൻ. അവിടെ ധാരാളം ലേബേഴ്സിനെ അവരുടെ ബെനിഫിറ്റ് ഒക്കെ കുറച്ച് കൊടുക്കാനായിട്ടാണ് ആളുകളെ. ഇറ്റ് ഇസ് വെരി ക്ലിയർ കട്ട് കേസ്, എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പം ആ പാവങ്ങളെ രക്ഷിക്കാനായിട്ട് എന്താണ് മാർഗം? നമുക്ക് കേരളത്തിലാണ് അതിന് പ്രത്യേക നിയമമുണ്ട്. കേരള കാഷ്വൽ ടെമ്പററി ആൻഡ് ബദലി വർക്കേഴ്സ് ആക്ട് എന്നൊരു നിയമം തന്നെ കേരളത്തിൽ പാസ്സായിട്ടുണ്ട്. അതിന്റെ പ്രത്യേകത എന്താ? അതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു പെർമനന്റ് വർക്കർ ചെയ്യുന്ന ഒരു ജോലി ഒരു കാഷ്വൽ വർക്കർ ചെയ്താൽ അതേ സാലറിയും അതേ ആനുകൂല്യങ്ങളും അയാൾക്ക് കൊടുക്കണമെന്നാണ് ആ നിയമത്തിൽ പറയുന്നത്. അത് നിങ്ങൾക്ക് ഗുജറാത്തിലുണ്ടോന്ന് എനിക്കറിയില്ല. ഇല്ല, കേരളത്തിൽ അങ്ങനെ ഒരു പ്രത്യേക നിയമമുണ്ട്. അതനുസരിച്ച് ഇവിടെ ഒരു ആനുകൂല്യം കിട്ടുന്നില്ലെങ്കിൽ പരാതി തന്നാൽ നമുക്കത് അവരെ പരിശോധിച്ച് നിയമ നടപടികൾ സ്വീകരിച്ച അവരുടെ സംഘടന നിവൃത്തി നമുക്ക് പ്രൂവ് ചെയ്യുന്നത് ഡിഫിക്കൽട്ട് അല്ലേ? പ്രൂവ് ചെയ്യാൻ ഡിഫിക്കൽട്ട് ഇല്ല. അല്ല എന്നുവെച്ചാല് അതിന് നമ്മളവിടെ ഒന്ന് മൊഴിയൊക്കെ എടുത്ത് മറ്റു ജീവനക്കാരുടെ എക്സാമിൻ ചെയ്യുമ്പോൾ ഇവർ ചെയ്യുന്ന നേച്ചർ ഓഫ് വർക്ക് നമുക്ക് മനസ്സിലാവുമല്ലോ. അത് വെച്ച് നമുക്ക് തെളിവെടുക്കാം. സാധിക്കും. താങ്ക് യു വിജയൻ. സാമൂഹ്യ പാഠത്തിൽ വീണ്ടും ഒരു ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം തിരിച്ചെത്താം. ബുധൻ, വ്യാഴം, വെള്ളി ദിവസങ്ങളിൽ രാത്രി 8:30 നിങ്ങളുടെ ദൂരദർശനിൽ കാണുക ബോൾഡ് ആൻഡ് ബ്യൂട്ടിഫുൾ.
സ്റ്റാർ ഓഫ് ദി ഡേ, കുക്കറി എന്നീ സെഗ്മെന്റുകളിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള സ്ത്രീകൾ, മേക്ക് ഓവർ സെഗ്മെന്റിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള കോളേജ് വിദ്യാർത്ഥികൾ നിങ്ങളുടെ പോർട്ട്ഫോളിയോയും ബയോഡാറ്റയും ഞങ്ങൾക്ക് അയയ്ക്കുക. ഞങ്ങളുടെ വിലാസം ദൂരദർശൻ കേന്ദ്രം, കുടപ്പനക്കുന്ന് PO, തിരുവനന്തപുരം 43. ഞങ്ങളുടെ മെയിൽ ID b4bddk@gmail.com. നീ പോലും അറിയാതെ നിന്നുള്ളിൽ നിറയുന്ന പാവന സ്നേഹമാണു ദൈവം. നമ്മുടെ മനസ്സിലും ചിന്തയിലും മ്യൂസിക് മാത്രമാണ് ചെറുപ്പം മുതലേ ഉണ്ടായിരുന്നത്. മാലാഖ പോലെ മകളേ നീ, ആ ഒരു കോൺഫിഡൻസ് ആണ് ചിലപ്പോ എന്നെ സിനിമയിലേക്ക് എത്തിച്ചത്. നമ്മൾ മ്യൂസിക് മാത്രമേ ചെയ്യൂ, അത് മാത്രമാണ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ, വേറെ ഒന്നും അറിയില്ല. അതാണ് സത്യം. സൂര്യനെ കൈതൊടാ ഗോപുരം തേടിയും. സാമൂഹ്യ പാഠത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയം തൊഴിൽ നിയമങ്ങളെ പറ്റിയാണ്. നമ്മളോടൊപ്പം ചർച്ചയിൽ പങ്കെടുക്കുന്നത് റിട്ടയർഡ് ജോയിന്റ് ലേബർ കമ്മീഷണർ ശ്രീ G. രാധാകൃഷ്ണൻ സാറാണ്. സർ, നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്ന കാര്യം പലതരത്തിലുള്ള നിയമവ്യവസ്ഥയിൽ ജോലികളെ തരംതിരിക്കുന്ന രീതിയിലാണ്. ഇപ്പം സാർ കാർഷിക രംഗത്തെ തരംതിരിക്കലിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. കാർഷിക രംഗത്തിനാണെങ്കിൽ അഗ്രികൾച്ചർ വർക്കേഴ്സ് ആക്ട് ഉണ്ട്. നിർമ്മാണ രംഗത്താണെങ്കിൽ കൺസ്ട്രക്ഷൻ ആൻഡ് അതിൻ്റെ നിർമ്മാണ തൊഴിലാളികളെ സംബന്ധിച്ച് അവരുടെ ആനുകൂല്യങ്ങളും ലീവുകളും കാര്യങ്ങളും പറയുന്ന നിയമം പ്രത്യേകമുണ്ട്. ഓരോ തരം ഫാക്ടറികളാണ് ഫാക്ടറീസ് ആക്ട് ഉണ്ട്, ഷോപ്സ് ആൻഡ് കൊമേഴ്ഷ്യൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട് ഉണ്ട്. അങ്ങനെ ഓരോ വ്യവസായ മേഖലയ്ക്കും പ്രത്യേകമായി ആനുകൂല്യങ്ങൾ നിശ്ചയിച്ച് BD മേഖലയ്ക്കുണ്ട്, അതുപോലെ ടോഡി മേഖലയ്ക്കുണ്ട്. അതുപോലെ എല്ലാ മേഖലയ്ക്കും പ്രത്യേകമായ തൊഴിൽ നിയമങ്ങൾ ഗവൺമെന്റ് രൂപീകരിച്ചിട്ടുണ്ട്. അതനുസരിച്ച് ആ മേഖലകളിലെ പരിശോധനകളും കാര്യങ്ങളും ചെയ്ത് ആ നിയമത്തിൽ പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് പാലിക്കുന്നുണ്ടെന്ന് ബോധ്യപ്പെട്ട് നടപടികൾ സ്വീകരിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നമുക്കറിയാം എല്ലാ മേഖലകളിലും നമുക്കിന്ന് സംഘടനകളുടെയൊക്കെ ഒരു കാലഘട്ടമാണ്. അപ്പൊ ട്രേഡ് യൂണിയൻ എന്ന് പറയുന്ന സംഘടനാ ശക്തിക്ക് തീർച്ചയായിട്ടും തൊഴിലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒരുപാട് പ്രാധാന്യം അറിയിക്കുന്നു. അപ്പൊ എങ്ങനെയാണ് ഈ തൊഴിലുമായി ബന്ധപ്പെട്ട് ട്രേഡ് യൂണിയൻ ആക്ട് എന്ന് പറയുന്ന ഒരു നിയമം തന്നെയുണ്ട്. ആ ട്രേഡ് യൂണിയൻ ആക്ട് പ്രകാരം ട്രേഡ് യൂണിയനുകൾ രൂപീകരിക്കാനും അതിന് തൊഴിൽ വകുപ്പിൽ നിന്ന് അംഗീകാരം വാങ്ങാനും സാധിക്കും. അതിനുള്ള പ്രത്യേക അപേക്ഷാ ഫോറങ്ങളുണ്ട്. അത് പൂരിപ്പിച്ച് അവരുടെ ട്രേഡ് യൂണിയന്റെ മീറ്റിംഗ് കൂടി അതിന്റെ മിനിറ്റ്സും അതിന്റെ അംഗത്വ രജിസ്റ്റർ അങ്ങനെയുള്ള കാര്യങ്ങൾ ട്രേഡ് യൂണിയൻ രജിസ്ട്രാർക്ക് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ഒരു കോളർ കൂടിയുണ്ട്. ഹലോ, രാധാകൃഷ്ണ പിള്ള തകഴിയിൽ നിന്ന് വിളിക്കുന്നു അല്ലേ? അതെ അതെ. ഓക്കെ, സംശയങ്ങൾ സാറിനോട് ചോദിച്ചോളൂ. പറഞ്ഞോളൂ രാജ്. എന്റെ പ്രദേശം വിളവെടുപ്പ്. അപ്പൊ ഇവിടെ ഈ വിളവെടുപ്പ് സംസാരിച്ചോളൂ, കേൾക്കാം. ഈ ചെയ്തിക്കൊണ്ടിരുന്ന തൊഴിലാരാണ് അത് സർക്കാർ ഒരു കൂലി ഇരട്ടിയൊക്കെയാണ് തൊഴിലാളികൾ വാങ്ങിക്കുന്നത്. പക്ഷെ ആരും ഒന്ന് പ്രതികരിക്കാനോ അദ്ദേഹം ചോദിക്കുന്നത് ചുമട്ട് തൊഴിലാളികളുടെ സംസാരിച്ച് ചുമട്ട് തൊഴിലാണോ? അതെ അതെ, അതിനെ പറ്റിയാണ് സംസാരിക്കുന്നത്. ചുമട്ടുതൊഴിൽ മേഖലയെ സംബന്ധിച്ച് നമുക്ക് തൊഴിൽ വകുപ്പിലെ അസിസ്റ്റന്റ് ലേബർ ഓഫീസർമാരാണ് അതിന്റെ കൺസൾട്ടേഷൻ ഓഫീസേഴ്സ്. ചുമട്ടുതൊഴിലാളികളെ സംബന്ധിച്ച് എന്ത് പരാതി ഉണ്ടായാലും നമുക്ക് ഉടൻ തന്നെ അസിസ്റ്റന്റ് ലേബർ ഓഫീസിൽ പരാതി നൽകിയാൽ ബന്ധപ്പെട്ട എല്ലാവരും വിളിച്ചു ചേർത്ത് അതിൽ ചർച്ച നടത്തി അദ്ദേഹത്തിന്റെ ലെവലിൽ ഒരു സെറ്റിൽമെന്റ് ശ്രമിക്കും. അവിടെ സെറ്റിൽമെന്റ് ഉണ്ടാകുന്നില്ല ഉടനെ അദ്ദേഹം ജില്ലാ ഓഫീസർക്ക് റെഫർ ചെയ്ത് ജില്ലാ ലേബർ ഓഫീസർ തുടർന്ന് നടപടിയെടുക്കുകയും സെറ്റിൽമെന്റ് ഉണ്ടായില്ലെങ്കിൽ അദ്ദേഹം ആ കാര്യത്തിൽ രണ്ടു കൂട്ടരെയും ഹിയർ ചെയ്ത് ഒരു ഉത്തരവ് തന്നെ ഈ കാര്യത്തിൽ ഇന്ന കാര്യം ഇന്ന പോലെ ചെയ്യണമെന്നൊരു ഉത്തരവ് തന്നെ അദ്ദേഹം പാസ്സാക്കുകയും അത് അനുസരിച്ച് കാര്യങ്ങൾ ചെയ്യാൻ ഇരുകൂട്ടരും ബാധ്യസ്ഥരാകുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ചുമട്ടുതൊഴിൽ നിയമപ്രകാരം വളരെ ഫാസ്റ്റായിട്ട് അതിൻ്റെ അകത്ത് ആക്ഷൻ എടുക്കാറുണ്ട്, ഒട്ടും ഡിലേ ഇല്ലാതെ. പ്രത്യേകിച്ച് വിളവെടുപ്പ് കാലങ്ങളിലൊക്കെ ആണെങ്കിൽ ഞാനിവിടെ കോട്ടത്തൊക്കെ ജില്ലാ ലേബർ ഓഫീസറായിട്ട് ജോലി ചെയ്ത കാലത്ത് മിക്ക സ്ഥലങ്ങളിലും ഈ വിളവെടുപ്പ് സംബന്ധിച്ച പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ അവിടെ തന്നെ ഫീൽഡിൽ തന്നെ പോയി നമ്മൾ ചർച്ച ചെയ്ത കാര്യങ്ങൾ പെട്ടെന്ന് പരിഹരിച്ച്
ചെയ്യാറുണ്ട്. അതുകൊണ്ട് വിളവെടുപ്പ് സംബന്ധിച്ച കാര്യങ്ങളിൽ ഒരു ഡിലേയും ഒരിക്കലും ഉണ്ടാകാറില്ല. വളരെ ഫാസ്റ്റായിട്ടത് ചെയ്തു തീർക്കാറുണ്ട്. നന്ദി, വിളിച്ചതിന് നന്ദി. നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്ന വിഷയത്തിലേക്ക് നമുക്ക് തിരിച്ചെത്താം. നമ്മൾ പറഞ്ഞു വന്നിരിക്കുന്നത് ട്രേഡ് യൂണിയന്റെ കാര്യങ്ങൾ. ട്രേഡ് യൂണിയൻ രജിസ്ട്രേഷനെ സംബന്ധിച്ച കാര്യം ഞാൻ പറഞ്ഞു. അത് ട്രേഡ് യൂണിയൻ രജിസ്ട്രാർക്ക് അപേക്ഷ കൊടുത്തു കഴിയുമ്പോൾ അത് വിശദമായിട്ട് പരിശോധിച്ച് ഇങ്ങനെ ഒരു സ്ഥാപനം ഉണ്ടെന്നും അവിടെ ഇത്രയും തൊഴിലാളികൾ ഈ ട്രേഡ് യൂണിയനിൽ പ്രവർത്തിക്കുന്നുണ്ടോ എന്നൊക്കെ പരിശോധിച്ച് ബോധ്യപ്പെട്ടാൽ ട്രേഡ് യൂണിയനായിട്ട് അംഗീകാരം കൊടുക്കും. അങ്ങനെ ഒരു അംഗീകാരം കിട്ടിക്കഴിഞ്ഞാൽ ആ ട്രേഡ് യൂണിയനെ ഈ സ്ഥാപനത്തിലെ ജീവനക്കാരെ റെപ്രസെന്റ് ചെയ്ത് ലേബർ ഡിപ്പാർട്ട്മെന്റ് വിളിക്കുന്ന യോഗങ്ങളിൽ പങ്കെടുക്കാനും അതുപോലെ ഉടമയ്ക്ക് എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിൽ അത് അറിയിക്കാനും ഒക്കെയുള്ള അധികാരം ഈ ട്രേഡ് യൂണിയനെ ശ്രദ്ധിക്കും. അങ്ങനെയുള്ള ട്രേഡ് യൂണിയനുകളാണ് പിന്നെ ഈ തൊഴിലാളികളെ സംബന്ധിച്ച എല്ലാ കാര്യങ്ങളിലും ഒരു ഓതറൈസ്ഡ് റെപ്രസെന്റേറ്റീവ് ആയിട്ട് ഡിപ്പാർട്ട്മെന്റ് മുമ്പാകെയും ഉടമയുടെ മുമ്പാകെയും വരിക. അതാണ് അതിന്റെ ഒരു നടപടി. പിന്നെ അതിന്റെ ഭാഗമായിട്ടുള്ള ഒരു കാര്യങ്ങൾ ഞാൻ പറയാം. ഈ ജില്ലാ ലേബർ ഓഫീസിൽ ആണ് സാധാരണ തൊഴിൽ പ്രശ്നങ്ങൾ, ഇപ്പോൾ ഒരു തൊഴിലാളിയെ പിരിച്ചു വിട്ടു അല്ലെങ്കിൽ അയാളെ സസ്പെൻഡ് ചെയ്തു അല്ലെങ്കിൽ എന്തെങ്കിലും തൊഴിൽ പ്രശ്നങ്ങൾ ഉണ്ടായാൽ അത് ജില്ലാ ലേബർ ഓഫീസർമാരാണ് പങ്കെടുക്കുക. അത് അങ്ങനെയുള്ള ട്രേഡ് യൂണിയനുകളുള്ള സ്ഥാപനങ്ങളാണെങ്കിൽ ഈ ട്രേഡ് യൂണിയനുകൾ വഴിയാണ് ഈ പ്രശ്നം ജില്ലാ ലേബർ ഓഫീസിൽ എത്തുക. തീർച്ചയായിട്ടും. നമുക്ക് ചാലക്കുടിയിൽ നിന്ന് ഒരു കോളർ കൂടിയുണ്ട്. ഹലോ. ഹലോ, നമസ്കാരം. നമസ്കാരം. ആരാണ് സംസാരിക്കുന്നത്? ചാലക്കുടിയിൽ നിന്ന്. ഓക്കെ, സാറിനോട് സംശയങ്ങൾ ചോദിച്ചു. ഹലോ, സാറേ, ഞാൻ ചാലക്കുടിയിൽ നിന്ന് ജോസാണ് സംസാരിക്കുന്നത്. ഞാൻ എറണാകുളത്ത് ഒരു സ്വകാര്യ കമ്പനിയിൽ 28 വർഷം ജോലി ചെയ്തിരുന്നു. ജോലി ചെയ്തപ്പോ എനിക്കൊരു 17,500 രൂപ ശമ്പളം കിട്ടിയിരുന്നോണ്ട് എനിക്ക് ESI എന്ന് പരിധിയിൽ നിന്ന് ഔട്ടായിരുന്നു. ഇപ്പൊ ഞാൻ റിട്ടയർ ചെയ്തു, 57 വയസ്സായി. എനിക്ക് ഇനിയും ഈ പരിരക്ഷ കിട്ടുമോ ഇല്ലയോ എന്നാണ് അറിയേണ്ടത്. എനിക്ക് എങ്ങനെ പരിരക്ഷ കിട്ടണമെങ്കിൽ ഞാൻ എന്താണ് പ്രൊസീഡ് ചെയ്യേണ്ടത്? ESI പരിരക്ഷ എന്ന് പറയുന്നത് നമ്മൾ ജോലി ചെയ്യുന്ന സമയത്ത് മാത്രമേ കിട്ടുള്ളൂ. അല്ല, ESI അതിനുശേഷം ഇപ്പൊ ഒരു പുതിയ സ്കീം വന്നിട്ടുള്ളൂ. ഞാനൊരു നിശ്ചിത തുക മാസം തോറും അടയ്ക്കുകയാണെങ്കിൽ എനിക്ക് ESI പരിരക്ഷ കിട്ടും എന്ന് പറഞ്ഞിട്ടുള്ളത്. ESI പദ്ധതി നടപ്പിലാക്കുന്ന സംസ്ഥാന തൊഴിൽ വകുപ്പ് അല്ല. അത് കേന്ദ്ര ഗവൺമെന്റ് സ്കീമാണ്. അപ്പൊ അതിനെ സംബന്ധിച്ച് കൃത്യമായ കാര്യങ്ങൾ അതിന് ബന്ധപ്പെട്ട ESIയുടെ ലോക്കൽ ഓഫീസിൽ അന്വേഷിച്ച് അറിയണം. എന്നുവെച്ചാൽ ഞങ്ങളെ ദൈനംദിനം കൈകാര്യം ചെയ്യുന്നതല്ല ആ കാര്യം. അതുകൊണ്ട് അതിനെപ്പറ്റി അറിയില്ല. താങ്ക് യു. വിളിച്ചതിന് ഒരുപാട് നന്ദി. നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്ന വിഷയത്തിലേക്ക് വരികയാണ്. നമുക്കിപ്പോ ഒരു കോളർ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഗ്രാറ്റുവിറ്റി, മെറ്റേണിറ്റി ലീവ്, ഇങ്ങനെ പറയുന്ന കാര്യങ്ങളെല്ലാം തൊഴിലുമായി ബന്ധപ്പെട്ടവയാണ്. ഇതൊക്കെ നിഷേധിക്കപ്പെടുന്ന ആളുകൾ സമൂഹത്തിൽ ഒരുപാടുണ്ട്. ഇവരെങ്ങനെയാണ് നിയമത്തിന്റെ പരിരക്ഷ നേടുക? ഗ്രാറ്റുവിറ്റി സംബന്ധിച്ച് ഞാൻ മുമ്പ് ചോദിച്ച ചോദ്യത്തിന് ഉത്തരവായിട്ട് പറഞ്ഞു കഴിഞ്ഞു. ഗ്രാറ്റുവിറ്റി അർഹത ഉണ്ടാവണമെങ്കിൽ 10 കൂടുതൽ ജീവനക്കാർ സ്ഥാപനത്തിൽ വേണം. കൂടാതെ മിനിമം 5 വർഷം കണ്ടിന്യൂസ് സർവീസ് ഉള്ള ജീവനക്കാരനായിരിക്കണം. അങ്ങനെയുള്ളൊരു തൊഴിലാളിക്ക് ഗ്രാറ്റുവിറ്റി റിട്ടയർ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ജോലിയിൽ നിന്ന് ഇടയ്ക്ക് 5 വർഷം കഴിഞ്ഞ് പൂർത്തിയാക്കി രാജിവെച്ച് പോകുമ്പോഴോ അയാൾക്ക് ഗ്രാറ്റുവിറ്റിക്ക് അർഹതയുണ്ട്. അങ്ങനെ വരുമ്പോൾ ഗ്രാറ്റുവിറ്റി ആവശ്യപ്പെട്ട് തൊഴിലുടമയ്ക്ക് ഒരു നോട്ടീസ് കൊടുക്കണം. നോട്ടീസ് തന്നു കഴിഞ്ഞ് 30 ദിവസത്തിനകം ഗ്രാറ്റുവിറ്റി ഉടമ നൽകുന്നില്ലെങ്കിൽ ബന്ധപ്പെട്ട കൺട്രോളിംഗ് അതോറിറ്റിയായ ഡെപ്യൂട്ടി ലേബർ കമ്മീഷൻ മുമ്പാകെ ഈ തൊഴിലാളിക്ക് പരാതി നൽകാം. ആ പരാതി പരിഹരിച്ച് ഇതിൽ കഴമ്പുണ്ടെന്ന് കണ്ടാൽ ഡെപ്യൂട്ടി ലേബർ കമ്മീഷണർ ഇത്ര രൂപ കൊടുക്കാൻ ഉത്തരവ് നൽകും. 30 ദിവസം കഴിഞ്ഞാണ് കൊടുക്കുന്നില്ലെങ്കിൽ അതിന് 10% പലിശ സഹിതം കൊടുക്കാൻ ഉത്തരവ് നൽകും. എന്നിട്ട് ഉത്തരവ് കിട്ടിയിട്ടും ഈ ഉടമ പാലിക്കുന്നില്ലെങ്കിൽ ബന്ധപ്പെട്ട ജില്ലാ കളക്ടർക്ക് റവന്യൂ റിക്കവറി സർട്ടിഫിക്കറ്റ് നൽകി അത് ഈ തുക ഈ ഉടമയിൽ നിന്നും റവന്യൂ റിക്കവറി നടപടി പ്രകാരം ഈടാക്കിയെടുക്കാൻ വരെ നിയമത്തിൽ വ്യവസ്ഥയുണ്ടാകുന്നുണ്ട്. ഒരിക്കലും ഗ്രാറ്റുവിറ്റി കിട്ടുകയില്ല എന്നുള്ളൊരവസ്ഥ നമ്മുടെ ഇവിടെ ഉണ്ടാകില്ല. അല്ലെങ്കിൽ തൊഴിലുടമ തീർത്തും പാപ്പരായി പോകും. അങ്ങനെയൊക്കെ വല്ല അവസ്ഥ വന്നാൽ അല്ലെങ്കിൽ ഗ്രാറ്റുവിറ്റി തീർച്ചയായിട്ടും റവന്യൂ റിക്കവറി വഴി ഈടാക്കിയെടുക്കാൻ വരെ നിയമത്തിൽ വ്യവസ്ഥയുണ്ട്. അതുപോലെ തന്നെ ചോദിച്ചു മെറ്റേണിറ്റി, സ്ത്രീ തൊഴിലാളികൾ വളരെ ഉദാരമായ ഒരു നിയമമാണ് മെറ്റേണിറ്റി ബെനിഫിറ്റ് ആക്ട്, കേന്ദ്ര നിയമമാണ്. അതനുസരിച്ച് ഒരു സ്ത്രീ തൊഴിലാളി പ്രസവത്തിന് എന്ന് പോകാൻ ഉദ്ദേശിക്കുന്നു അതിന് തൊട്ട് മുമ്പുള്ള ഒരു വർഷം 80 ദിവസം ആ സ്ഥാപനത്തിൽ ജോലി ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് ശമ്പളത്തോടു കൂടിയ 12 വീക്സ് 12 ആഴ്ചത്തെ അവധി ഉടമ നൽകണം. അതാണ് ആ നിയമത്തിലെ വ്യവസ്ഥ. 12 ആഴ്ച പൂർണ്ണ ശമ്പളം, അതായത് അവർ മെറ്റേണിറ്റി ലീവിൽ പ്രവേശിക്കുന്ന സമയത്ത് എത്ര രൂപ അവർക്ക് ശമ്പളം ഉണ്ടായിരുന്നു അതേ നിരക്കിൽ 12 ആഴ്ച കൂടി ശമ്പളം കൊടുക്കണം. അത് മെറ്റേണിറ്റിക്ക് പുറപ്പെടാൻ ഉദ്ദേശിക്കുന്നതിന് തൊട്ട് മുമ്പുള്ള 6 ആഴ്ചയും പ്രസവത്തിന് ശേഷം 6 ആഴ്ചയുമായിട്ടോ അല്ലെങ്കിൽ പ്രസവം മുതൽ 12 ആഴ്ച ഒരുമിച്ചോ എങ്ങനെയാണെന്നാൽ ഈ തൊഴിലാളിക്ക് ഇഷ്ടമുള്ള പോലെ ഈ നിയമപ്രകാരം എടുക്കാം, അവധിയെടുക്കാം. കൂടാതെ തൊഴിലുടമ സൗജന്യമായിട്ട് ഇവർക്ക് പ്രസവം സംബന്ധിച്ചുള്ള ആരോഗ്യരക്ഷ നൽകുന്നില്ലെങ്കിൽ ഒരു 2,500 രൂപ മെഡിക്കൽ ബോണസ് എന്ന ഇനത്തിലും ലഭിക്കാൻ തൊഴിലാളിക്ക് അർഹതയുണ്ട്. ഈ തുക നമ്മൾ
തൊഴിലുടമയെ ഇങ്ങനെ മെറ്റേണിറ്റിക്ക് പോകാന്നുള്ള വിവരം എഴുതി അറിയിക്കണം. കൂടാതെ പ്രസവിച്ച് കഴിയുമ്പോൾ ഒരു മെഡിക്കൽ സർട്ടിഫിക്കറ്റ് തൊഴിലുടമയ്ക്ക് നൽകണം. ഇതൊക്കെ നൽകി കഴിഞ്ഞിട്ടും തൊഴിലുടമ ഈ പൈസ ശമ്പളം തൊഴിലുടമ നൽകുന്നില്ല എങ്കിൽ സ്ഥലത്തെ ബന്ധപ്പെട്ട അസിസ്റ്റന്റ് ലേബർ ഓഫീസർക്ക് പരാതി കൊടുത്താൽ അദ്ദേഹം പരിശോധിക്കുകയും നിയമപ്രകാരം ഇവർക്ക് ഈ തുകയ്ക്ക് അർഹതയുണ്ടെന്ന് കണ്ടാൽ ഇത് നൽകാൻ തൊഴിലുടമയ്ക്ക് ഉത്തരവ് കൊടുക്കും. ഉത്തരവ് കൊടുത്തിട്ട് തൊഴിലുടമ നൽകാൻ തയ്യാറാകുന്നതിൽ റവന്യൂ റിക്കവറി നിയമപ്രകാരം ഈ തുക തൊഴിലുടമയിൽ നിന്ന് ഈടാക്കി ഈ തൊഴിലാളിക്ക് അസിസ്റ്റന്റ് ലേബർ ഓഫീസർ നൽകാൻ ബാധ്യസ്ഥനാണ്. അതുപോലെ ധാരാളം കേസുകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും കിട്ടുന്ന ഒരു കാര്യമാണ്. തീർച്ചയായിട്ടും. നമുക്കറിയാം ഇന്ന് നമ്മുടെ നാട്ടിലൊക്കെ ഒരുപാട് മൈഗ്രന്റ് ലേബേഴ്സ് എന്ന് പറയുന്ന ഒരു വിഭാഗം വർക്ക് ചെയ്യുന്നു. ഇവർക്കൊക്കെയുള്ള നിയമത്തിന്റെ സംരക്ഷണം എന്താണ്? നമുക്ക് മൈഗ്രന്റ് ലേബേഴ്സ് വളരെ ശക്തമായി വന്ന സാഹചര്യത്തിൽ കേന്ദ്ര ഗവൺമെന്റ് ഇന്റർസ്റ്റേറ്റ് മൈഗ്രന്റ് വർക്ക്മെൻ ആക്ട് എന്നൊരു നിയമം തന്നെ പാസ്സാക്കുകയുണ്ടായി. അത് പ്രകാരം ഒരു സംസ്ഥാനത്ത് നിന്ന് മറ്റൊരു സംസ്ഥാനത്ത് ജോലി ചെയ്യുന്ന ജീവനക്കാർക്ക് എന്തെല്ലാം അവകാശങ്ങളും ആനുകൂല്യങ്ങളും ഉണ്ടെന്ന് കൃത്യമായിട്ട് ആ നിയമത്തിൽ നിർവഹിച്ചിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ച് ഈ തൊഴിലാളി ഇവിടെ വന്നു കഴിഞ്ഞാൽ, ഇപ്പം നമ്മുടെ കേരളത്തെ സംബന്ധിച്ച് പ്രധാനമായിട്ടും നിർമ്മാണ മേഖലയിലാണ് മൈഗ്രന്റ് വർക്കേഴ്സ് കൂടുതൽ കാണുന്നത്. എങ്കിൽ പോലും ഇപ്പോൾ നാട്ടിലെ തേങ്ങ പിടിക്കാൻ വരെ മൈഗ്രന്റ് വർക്കർ ഇറങ്ങി പുറപ്പെടുന്ന കാഴ്ചകൾ കാണുന്നുണ്ട്. തീർച്ചയായിട്ടും. നമുക്ക് ഒരു കോളർ കൂടി ഉണ്ട്. തൃശ്ശൂരിൽ നിന്നും അമൽ. ഹലോ സാർ, ഞാൻ തൃശ്ശൂരിൽ നിന്ന് അമലാണ് വിളിക്കുന്നത്. അമലെ പറഞ്ഞു. ഞാൻ ഒരു അർദ്ധ സർക്കാർ സ്ഥാപനത്തിൽ 2011 മുതൽ ജോലി ചെയ്തു വരുന്ന ആളാണ്. അപ്പൊ എനിക്ക് ഈ 2012-13 കാലങ്ങളിൽ ESI PF ആനുകൂല്യങ്ങൾ അനുവദിച്ചു തരികയുണ്ടായി. അപ്പൊ നമുക്ക് അത് ഒരു ഉത്തരവ് പ്രകാരം MD നമുക്ക് ചെയ്തു തന്നിട്ടുള്ളതാണ്. അപ്പൊ നമ്മൾ 2014-15 കാലഘട്ടത്തിൽ PF നമ്മളെ ഒരു മാസത്തേക്ക് 780 രൂപ വെച്ച് ഈടാക്കിയിട്ട് നമ്മുടെ റെസീറ്റ് ഒന്നും നമുക്ക് കിട്ടിയിട്ടില്ല. നമ്മുടെ വൗച്ചർ എഴുതിയിട്ടാണ് നമുക്ക് ശമ്പളം തരുന്നത്. അപ്പൊ നമ്മൾ 780 രൂപ വെച്ച് PF-ഉം ESI ആയിട്ട് ഒരു 132 രൂപ വെച്ച് ഏകദേശം വരുന്നത്. 300 രൂപയായിരുന്നു ദിവസവേതന ശമ്പളം നമുക്ക്. അപ്പൊ 132 രൂപ വെച്ച് ESI നമുക്ക് പിടിച്ച് എടുത്തിരുന്നു. ESI ആനുകൂല്യം നമുക്ക് ലഭിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ 2014-15 കാലയളവിൽ PF ആനുകൂല്യമായി പിടിച്ച 780 രൂപ വെച്ച് മാസം പിടിച്ച തുക നമ്മുടെ PF അക്കൗണ്ടിൽ ആരംഭിക്കുകയോ അതിലേക്ക് അടയ്ക്കുകയോ ചെയ്തില്ല. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇപ്പൊ ഈ 15-16 കാലയളവിൽ ഈ PF ആനുകൂല്യം പിടിക്കാതെ നമ്മുടെ ഇപ്പൊ പിടിച്ച കാശ് എന്താണ്ടായെന്നൊരു വിവരമില്ല. ഈ അടച്ച ഇതിനെ പറ്റി ഒരു വിവരവും നമുക്കില്ല. അത് കഴിഞ്ഞ് 2015 മാർച്ച് ഏപ്രിൽ മെയ് മുതൽ അങ്ങോട്ട് നമുക്ക് ഷിഫ്റ്റ് സമ്പ്രദായം ഏർപ്പെടുത്തി. 15 ദിവസം വേതനക്കാരെ ജോലി ചെയ്യാൻ പാടുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ 15 ഷിഫ്റ്റ് ആയപ്പോ നമുക്ക് ഇതായപ്പോ ESI ആനുകൂല്യം അപ്പോഴും ഉണ്ടായിരുന്നു, PF പിടിക്കുന്നതായിരുന്നില്ല. ഈ ജൂലൈ മാസം മുതൽ ESI ആനുകൂല്യം നമുക്ക് നിർത്തി. ESI നമ്മുടെ പിടിക്കാതെയായി. ESI നമുക്ക് പിടിക്കാതെയായപ്പോ ഈ 2000 ഇപ്പൊ എനിക്ക് എന്താ വെച്ചാൽ കുറച്ച് മറ്റേ ഹൃദയ സംബന്ധമായ അസുഖങ്ങളുണ്ട്. നമ്മൾ ESIയിൽ പോയി കാണിച്ചപ്പോ നോക്കിയപ്പോ അവര് പറഞ്ഞു നിങ്ങളുടെ ഇത് ഈ ജനുവരിയിലാണ് ഞങ്ങൾക്ക് പോയിട്ട് കാണിച്ചത്, ഡോക്ടർ ESI ഹോസ്പിറ്റലിൽ കാണിച്ചത്. അപ്പൊ ESI ഹോസ്പിറ്റലിൽ കാണിച്ചു പറഞ്ഞു നിങ്ങളെ ESIയിലെ കോൺട്രിബ്യൂഷൻ അടയ്ക്കുന്നില്ല, അതുകൊണ്ട് ESI ആനുകൂല്യം നിങ്ങൾക്ക് ലഭിക്കില്ല എന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് നിലവിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആനുകൂല്യം നമുക്ക് ഒരു ഉത്തരവ് പ്രകാരം ഒന്നുമല്ല നമുക്ക് ഇതൊക്കെ റദ്ദാക്കിയത്. ഈ PF അടച്ചത് നമ്മളെ പിടിച്ച തുക അടച്ചിട്ടുമില്ല, നമുക്ക് അക്കൗണ്ടും ക്രിയേറ്റ് ചെയ്ത് തന്നിട്ടില്ല. അപ്പൊ അതിനെ പറ്റി അറിയാനാണ് ഞാൻ ഇനി എന്ത് ചെയ്യും എന്നറിയാതാണ് ഇപ്പൊ ഞാൻ സാറിനെ വിളിച്ച് സംസാരിച്ചത്. പ്രൊവിഡന്റ് ഫണ്ട് നിങ്ങൾക്ക് ഓൾറെഡി ഒരു അക്കൗണ്ട് ഉണ്ടായിരുന്നു, കഴിഞ്ഞ വർഷമൊക്കെ അടച്ചതല്ലേ? കഴിഞ്ഞ വർഷം അടച്ചിട്ടുള്ളത് നമ്മളുടെ കയ്യിൽ നിന്ന് പിടിച്ചിട്ടുള്ളൂ, അവരെ അടച്ചിട്ടില്ല. മാനേജ്മെന്റിന്റെ വിഹിതം ഒന്നും അടച്ചിട്ടില്ല. ഇല്ല, അത് അടച്ചിട്ടില്ല. മാനേജ്മെന്റ് വിഹിതം അടച്ചിട്ടില്ല. ESI ആനുകൂല്യം നമുക്ക് കഴിഞ്ഞ 2015 ജൂലൈ വരെ അടച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിനുശേഷം നമ്മുടെ കയ്യിൽ പിടിക്കുന്നില്ല, അടയ്ക്കുന്നില്ല. പക്ഷെ ഇതിപ്പോ 2 തരം തൊഴിലാളികളുണ്ട് അവിടെ. ഒരു കൺസോൾട്ടേറ്റ് ഉണ്ട്, പിന്നെ കോൺട്രാക്ട് ബേസിലുള്ള തൊഴിലാളികളുണ്ട്. നമ്മൾ കോൺട്രാക്ട് അല്ലാതെ നിൽക്കുന്ന തൊഴിലാളിയാണ്. കോൺട്രാക്ടുകാരുടെ പക്ഷെ ഇപ്പോഴും PF ESI പിടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളുടെ പക്ഷെ ക്യാഷ് സെക്യൂരിറ്റി ഉണ്ട്, ഒരു 10,000 രൂപ ക്യാഷ് സെക്യൂരിറ്റി അടച്ചിട്ടുള്ള ജീവനക്കാരാണ്. അപ്പൊ ഞങ്ങളുടെ ഇന്ന് മാത്രമേ ഇപ്പൊ PF-ഉം പിടിക്കുന്നില്ല, ESI-യും പിടിക്കുന്നില്ല. ESI-യും PF-ഉം നമ്മൾ ഒരിക്കൽ പിടിച്ചു തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ അത് നിർത്താൻ യാതൊരു കാരണവശാലും സാധിക്കില്ല. അത് നിങ്ങൾ ESI-യുടെ ബന്ധപ്പെട്ട മേഖലാ ഓഫീസിൽ പരാതി നൽകി അതിന് പരിഹാരം കാണാം. എന്നുവെച്ചാൽ ESI ഒരിക്കൽ നമുക്ക് ആനുകൂല്യം കിട്ടി തുടങ്ങിയ ഒരു സ്കീമിൽ നിന്ന് ഒരിക്കലും പുറപ്പെടാൻ പറ്റില്ല. അതുപോലെ തന്നെ പ്രൊവിഡന്റ് ഫണ്ടും അത് തന്നെയാണ്. നമ്മളെ പിടിച്ചിട്ടേ ഉള്ളൂ, ഇതുവരെ നമുക്ക് അങ്ങോട്ട് അടച്ചിട്ടുള്ളതായിട്ടുള്ള ഒരു ഇത് കിട്ടിയില്ല, അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടില്ല, ഇതൊന്നും നടത്തിയിട്ടില്ല. അത് പ്രൊവിഡന്റ് ഫണ്ട് കമ്മീഷണറുമായിട്ട് ബന്ധപ്പെട്ട് പരാതി നൽകിയാൽ അവർ പരിശോധിച്ച് ആവശ്യമായ നടപടികൾ അവിടെ നിന്ന് അവർ സ്വീകരിക്കും. വിളിച്ചതിന് ഒരുപാട് നന്ദി. നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത് മൈഗ്രന്റ് വർക്കേഴ്സ് കേരളത്തിലെ സംബന്ധിച്ച് ധാരാളം ഇപ്പം പൊതുവെ നമ്മുടെ കേരളീയര്
ഇങ്ങനെ വൈറ്റ് കോളർ അല്ലാത്ത ജോലിക്ക് ചെയ്യാൻ കേരളീയർ ഒരു വളരെ വിമുഖത കാണിക്കുന്ന സാഹചര്യത്തിലും ഇവിടെ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് വളരെ കൂലി കൂടുതൽ കേരളത്തിൽ ലഭിക്കുന്നുകൊണ്ടും ധാരാളം മൈഗ്രൻ്റ് വർക്കേഴ്സ് കേരളത്തിലേക്ക് ഒഴുകുകയാണ്. ഇപ്പം എവിടെ നോക്കിയാലും ഏത് മുക്കിലും മൂലയിലും മൈഗ്രൻ്റ് വർക്കറാണ്. അങ്ങനെ വന്ന സാഹചര്യത്തിലാണ് മൈഗ്രൻ്റ് വർക്കറുടെ കാര്യങ്ങൾ ക്രമീകരിക്കാനായിട്ട് ഒരു പ്രത്യേക നിയമനിർമ്മാണം നടത്തുകയും അതനുസരിച്ച് പരിശോധനകളും കാര്യങ്ങളും മൈഗ്രൻ്റ് വർക്കർ കൂടുതലുള്ള പെരുമ്പാവൂർ, ആലുവ മേഖലകളിലൊക്കെ ആണെങ്കിലും ഞായറാഴ്ച ദിവസം പെരുമ്പാവൂരൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഒരു ബംഗാളാണെന്ന് തോന്നുന്നു അതുപോലെ ഉള്ള അവസ്ഥയാണ് ഇപ്പം കാണുന്നത്. എന്തായാലും നമുക്ക് ഇവരിൽ നിന്ന് ഏറ്റവും വലിയ പ്രശ്നം മൈഗ്രൻ്റ് വർക്കർ ഒരു സ്ഥലത്ത് ഒരിക്കലും ഉറച്ചു നിൽക്കില്ല. നമ്മൾ ഇന്നൊരു കൺസ്ട്രക്ഷൻ സൈറ്റിൽ നോക്കിയാൽ 30 മൈഗ്രൻ്റ് വർക്കറെ കണ്ടാൽ അടുത്ത ആഴ്ച എന്നാൽ ഈ 30 പേരും അവിടെ കാണില്ല. അങ്ങനെ ഒരു അവസ്ഥ മൈഗ്രൻ്റ് വർക്കറെ സംബന്ധിച്ചുണ്ട്. അതുകൊണ്ട് എന്തെങ്കിലും ഒരു പരാതിയോ കാര്യങ്ങളോ വന്ന് നമ്മൾ നിയമ നടപടിയിലേക്ക് പോകുന്ന ഒരു സാഹചര്യം വരുന്ന സമയത്ത് ആ തൊഴിലാളികൾ ഒന്നടങ്കം അവിടുന്ന് മാറിപ്പോകുന്ന ഒരു രംഗം ഉണ്ടാകുന്നുണ്ട്. അതുപോലെ തന്നെ ഇവരെ സംബന്ധിച്ച് ₹1 കൂടുതൽ വേറെ സ്ഥലത്ത് കിട്ടുമെന്ന് കണ്ടാൽ ഉടനെ അവർ ഈ സ്ഥലത്തു നിന്ന് മാറി അങ്ങോട്ട് പോകുന്നതായിട്ടും ഇവരെല്ലാം തമ്മിൽ ടെലിഫോൺ വഴിയും ഈ മൊബൈൽ ഫോൺ വഴിയൊക്കെ വളരെ ഇവരുടെ നാട്ടുകാരെ എല്ലാ സ്ഥലത്തും ഉണ്ട്. അവരെ തമ്മിൽ ബന്ധപ്പെട്ട് കൂടുതൽ കൂലി എവിടെ കിട്ടുന്നു എന്നറിഞ്ഞാൽ ഉടനെ അവർ ഇവിടെ ജോലി ചെയ്യുന്ന ആൾ ആ സ്ഥലത്തേക്ക് പോയും നമ്മൾ എന്തെങ്കിലും പരാതി കിട്ടിയ അന്വേഷണത്തിൽ ചെല്ലുമ്പോൾ ഇവർ യാതൊരു വിവരങ്ങളും ഈ സ്ഥാപനത്തിൽ ഇല്ലാത്തൊരവസ്ഥയുണ്ട്. എന്തായാലും മൈഗ്രൻ്റ് വർക്കർ ഒരു കോൺട്രാക്ടർ വഴി 5 അതിലധികമോ മൈഗ്രൻ്റ് വർക്കർ ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്താൽ തൊഴിൽ വകുപ്പിൽ നിന്നും ഈ തൊഴിലുടമ ഇവരെ സംബന്ധിച്ച് ലൈസൻസും എടുക്കണം. ഈ ജോലിക്കാരെ സംബന്ധിച്ച് എല്ലാ വിവരങ്ങളും ലേബർ ഓഫീസിൽ നൽകണം. അതിനകത്ത് ഇപ്പോൾ കണ്ടുവരുന്നൊരു പ്രശ്നം ഒരു കോൺട്രാക്ടർ വഴി ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്താൽ മാത്രമാണ് ഈ നിയമം ബാധകമാകുന്നത്. പല സ്ഥലത്തും കോൺട്രാക്ടർ ഇല്ല. മൈഗ്രൻ്റ് വർക്കറെ ആവശ്യമുണ്ടെങ്കിൽ പെരുമ്പാവൂരുള്ളൊരു സ്ഥാപനമാണ്, അവർ പെരുമ്പാവൂരോട്ട് ചെന്നു 10 പേരെ വിളിച്ചുകൊണ്ട് വന്നു ജോലി ചെയ്യുന്നു. അവർ 1 മാസം നിന്ന് കഴിഞ്ഞാൽ അവർ പോകുന്നു, അല്ലെങ്കിൽ 10 ദിവസം നിൽക്കുന്നു പോകുന്നു. അവിടെ ഒരു കോൺട്രാക്ട് സംവിധാനം ഇല്ലാത്തതുകൊണ്ട് ഈ നിയമത്തിൻ്റെ ആപ്ലിക്കബിലിറ്റി ഒരു ഭയങ്കര പ്രശ്നമായിട്ട് വന്നിട്ടുണ്ട് ഇപ്പം. അതുകൊണ്ട് ഈ നിയമം ഒരു കർക്കശമായിട്ട് നടപ്പിലാക്കണമെങ്കിൽ ഒരു കോൺട്രാക്ട് വഴി ജോലി ചെയ്യുന്ന അന്യസംസ്ഥാന ജീവനക്കാരുള്ള സ്ഥാപനത്തിൽ മാത്രമാണ് ഇത് കർശനമായിട്ട് നിയമം നടപ്പിലാക്കാൻ സാധിക്കുന്നത്. തീർച്ചയായിട്ടും നമുക്കറിയാം കേരളത്തിൽ വലുതും ചെറുതുമായ കാര്യങ്ങൾക്ക് സമരങ്ങൾ കണ്ടുവരാറുണ്ട്. അപ്പൊ പാചകവാതകം അതുപോലെയുള്ള അവശ്യ സാധനങ്ങൾക്ക് പെട്ടെന്നുണ്ടാവുന്ന ചില സമരങ്ങൾ സാധാരണക്കാരെ ഒരുപാട് ബാധിക്കുന്നുണ്ട്. ഇതിനെയൊക്കെ നമുക്ക് നിയമ സംരക്ഷണം കൊടുക്കാവുന്നതല്ലേ? നമുക്ക് തൊഴിൽ നിയമങ്ങളിലെ ഏറ്റവും കാതലായ നിയമമാണ് ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ട്. തൊഴിൽ തർക്കങ്ങൾ ഉണ്ടായാൽ എങ്ങനെ അത് പരിഹരിക്കണം എന്നുള്ള കൃത്യമായിട്ട് നിർവഹിച്ചിരിക്കുന്ന ഒരു നിയമമാണ് ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ട്. ഇതിനകത്ത് അവശ്യ സർവീസിൽപ്പെട്ട ജീവനക്കാർ സമരം ചെയ്യരുതെന്നും അല്ലെങ്കിൽ സമരം ചെയ്താൽ അതിനകത്ത് കളക്ടർ ഉൾപ്പെടെയുള്ളവർ, ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ളവർക്ക് ഇടപെട്ട് അത് നിരോധിക്കാനും ഗവൺമെന്റിനെ തന്നെ നിരോധിക്കാനും ഒക്കെയുള്ള വ്യവസ്ഥകൾ അതിനകത്തുണ്ട്. എങ്കിൽ കൂടിയും തൊഴിലാളികൾ എന്നുള്ളൊരു വിഭാഗത്തിൽ അല്ലെ തൊഴിൽ ചെയ്യുന്ന വിഭാഗപ്പെട്ട ഒരു ജീവനക്കാരുടെ സമരം എന്നുള്ള നിലയ്ക്ക് ഗവൺമെന്റ് അത് ഒരു ചർച്ചയിലൂടെ തന്നെ പെട്ടെന്ന് പരിഹരിക്കാനാണ് എപ്പോഴും ശ്രമിക്കാറ്. അത് ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു പ്രശ്നം ഉണ്ടായാൽ ഉടൻ തന്നെ ബന്ധപ്പെട്ട യൂണിയനെയും ഒക്കെ വിളിച്ചു ചേർത്ത് ചർച്ച ചെയ്ത് അത് എത്രയും വേഗം പരിഹരിച്ച് പ്രശ്നങ്ങൾ തീർക്കാൻ ഗവൺമെന്റ് ശ്രമിക്കാറുണ്ട്. നമുക്കതിൽ തൊഴിൽ വകുപ്പിന് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനായിട്ടുണ്ടോ? നമുക്ക് ഒരു പ്രശ്നമുണ്ട് എന്നുള്ള പരാതി പോലും കിട്ടാതെ തന്നെ തൊഴിൽ വകുപ്പ് ഇടപെടും. എന്നുവെച്ചാൽ ഇപ്പം ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷനിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു പ്ലാന്റിൽ തൊഴിലാളികളുടെ സമരം ഉണ്ടെന്ന് നമ്മൾ അറിഞ്ഞാൽ ലേബർ ഓഫീസറുടെ അറിവിൽപ്പെട്ടാൽ തന്നെ ഉടൻ അതിൽ ഇടപെടണമെന്നാണ് നിയമത്തിൽ പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ ഒരു പരാതി പോലും അതിനകത്ത് കിട്ടണ്ട. നമ്മളിപ്പോൾ മൈഗ്രന്റ് വർക്കേഴ്സിന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെയാണ് വിദേശത്ത് ജോലി ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ജോലിക്ക് പോയിട്ടുള്ള കുറേ ആളുകൾ നമുക്കിടയിലുണ്ട്. അവർക്ക് ഏത് തരത്തിലുള്ള നിയമങ്ങളാണ് ശ്രദ്ധിക്കപ്പെടുന്നത്? നമുക്ക് വിദേശ ജോലിയെ സംബന്ധിച്ച് കേരള ഗവൺമെന്റിന്റെ നിയമങ്ങൾ ബാധകമല്ല. എന്നുവെച്ചാൽ അവർ ജോലി ചെയ്യുന്ന വിദേശത്താണ്. പോയിട്ട് കേന്ദ്ര ഗവൺമെന്റിന്റെ ഇമിഗ്രേഷൻ സംബന്ധമായ നിയമങ്ങളും അവർക്ക് അവിടെ ജോലി സ്ഥിരത അല്ലെ അവിടുത്തെ ശമ്പള കാര്യങ്ങളിലുള്ള പ്രൊട്ടക്ഷൻ അതൊക്കെ നോക്കേണ്ട കേന്ദ്ര ഗവൺമെന്റിന്റെ നിയമങ്ങളാണ്. അതിന് നമുക്ക് കേരളത്തിൽ പ്രത്യേകിച്ച് നിയമവ്യവസ്ഥകളില്ല. പിന്നെ കേരള ഗവൺമെന്റ് ആ കാര്യത്തിൽ ചെയ്യുന്ന ഒരു സംവിധാനം, കേരളത്തിൽ നിന്ന് വിദേശത്ത് ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അത് നമുക്കിവിടെ ODEPC ഓവർസീസ് ഡെവലപ്മെന്റ് എംപ്ലോയ്മെന്റ് പ്രൊമോഷൻ എന്ന് പറഞ്ഞ ഒരു കോർപ്പറേഷനുണ്ട്. ആ കോർപ്പറേഷനിൽ ഒരു രജിസ്റ്റർ ചെയ്താൽ 50 രൂപയുടെ ഒരു ആപ്ലിക്കേഷൻ ഫോം വാങ്ങിച്ച് രജിസ്റ്റർ ചെയ്താൽ വിദേശത്തുണ്ടാകുന്ന ജോലികൾ ഉണ്ടാകുമ്പോൾ ഈ ബന്ധപ്പെട്ട ഉദ്യോഗാർത്ഥികളെ വിളിച്ച് ഈ കോർപ്പറേഷനെ ഇന്റർവ്യൂ ചെയ്ത് അവരെ
ഇടനിലക്കാരില്ലാതെ ചൂഷണമില്ലാതെ വിദേശത്ത് പോകാനുള്ള ഒരു സംവിധാനം കേരള ഗവൺമെന്റ് ഒരുക്കിയിട്ടുണ്ട്. തീർച്ചയായിട്ടും അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ നാട്ടിലുള്ള ഒരു കാര്യമാണ്, ഒരു പ്രാഥമിക വിദ്യാഭ്യാസം കഴിഞ്ഞു കഴിയുമ്പോൾ എംപ്ലോയ്മെന്റിൽ രജിസ്റ്റർ ചെയ്യുക എന്ന് പറയുന്ന ഒരു ഇതുണ്ട്. എത്രമാത്രം ജോലി ഉറപ്പ് അവിടെ നമുക്ക് നൽകാൻ സാധിക്കും? എംപ്ലോയ്മെന്റ് വഴി തൊഴിൽ വകുപ്പിന്റെ വേറൊരു വിങ്ങാണ് എംപ്ലോയ്മെന്റ്. അതിന് പ്രത്യേക വകുപ്പുകളാണ്. അത് ആധികാരികമായിട്ട് പറയാൻ നമുക്ക് പറ്റില്ലെങ്കിലും എൻ്റെ അറിവ് വെച്ച് ഞാൻ പറയാം. എംപ്ലോയ്മെന്റ് ഡിപ്പാർട്ട്മെന്റിൽ പേര് രജിസ്റ്റർ ചെയ്താൽ അവിടെ ഉണ്ടാകുന്ന ഒഴിവുകൾ എന്ന് പറയുന്നത് ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റിൽ ഉണ്ടാകുന്ന ഒഴിവുകളാണ് പ്രധാനമായിട്ട് അവിടെ റിപ്പോർട്ട് ചെയ്തു വരുന്നത്. അങ്ങനെ വരുന്ന ഒഴിവുകൾ എന്ന് പറഞ്ഞാൽ വളരെ തുച്ഛമായിട്ട്, അതായത് PSC മുഖാന്തരം നേരിട്ട് നിയമിക്കപ്പെടുന്ന ആണ് ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റുകൾ. അവിടെ ഉണ്ടാകുന്ന ഒഴിവുകൾ PSCയുടെ ഒരു റാങ്ക് ലിസ്റ്റ് ഇല്ലാത്ത ഒരു അവസ്ഥയിൽ മാത്രമേ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ നിന്നും ഇതിലേക്ക് ആളെ എടുക്കാൻ പറ്റുള്ളൂ. അതും 180 ദിവസത്തിന് മാത്രമേ എടുക്കുകയുള്ളൂ. 180 ദിവസം കഴിഞ്ഞാൽ അവർ പിരിഞ്ഞു പോകണം. അങ്ങനെ PSCയുടെ ഒരു റാങ്ക് ലിസ്റ്റ് ഇല്ലാത്ത അവസ്ഥയിൽ ഏറ്റവും സീനിയർ ആയിട്ടുള്ള ആൾക്കാരെ ഒരു ഒഴിവിന് 10 പേരെ വെച്ച് വിളിച്ച് ഇന്റർവ്യൂ ചെയ്ത് അതിൽ സൂട്ടബിൾ ആയിട്ടുള്ളവരെയാണ് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി നിയമിക്കപ്പെടുന്നത്. അതുകൊണ്ട് അതിന്റെ ഒഴിവിന്റെ എണ്ണം വളരെ കുറവായതുകൊണ്ടാണ് ഈ എംപ്ലോയ്മെന്റ് വഴി നമുക്ക് ജോലി സാധ്യത കുറവായിട്ട് വരുന്നത്. തീർച്ചയായിട്ടും നമ്മൾ തൊഴിൽ വകുപ്പിന്റെ കുറേയധികം കാര്യങ്ങൾ പറഞ്ഞു. എന്താണ് പൊതുവെ പുതിയ ഉദ്യോഗാർത്ഥികളോട് നിയമത്തെ പറ്റി തന്നെ പറയാനുള്ളത്? തൊഴിൽ നിയമങ്ങളെ സംബന്ധിച്ച് കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിക്കണം. തൊഴിൽ നിയമത്തിൽ നമുക്ക് എന്തെല്ലാം ആനുകൂല്യങ്ങളുണ്ടെന്നും അല്ലാതെ നമ്മളൊരു കാര്യങ്ങൾ പഠിക്കാതെ ജനറൽ ആയിട്ടുള്ള ഒരു പരാതി പറഞ്ഞിട്ട് ഒരു പ്രയോജനമില്ല. കാര്യങ്ങൾ ഇപ്പം ഷോപ്സ് ആൻഡ് കൊമേഴ്ഷ്യൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട് അനുസരിച്ച് ആ ഒരു കടയിൽ ജോലി ചെയ്യുന്ന തൊഴിലാളിക്ക് 12 കാഷ് ലീവ്, 12 സിക്ക് ലീവ്, 12 ആനുവൽ ലീവ്, 36 അവധിക്ക് അർഹതയുണ്ട്. ഇത് അറിയാതെ അല്ലെ ഞായറാഴ്ച ദിവസം ഒരു വീക്കിലി ഓഫ് 6 ദിവസം ജോലി ചെയ്താൽ 7ാമത്തെ ദിവസം ഓഫിന് അർഹതയുണ്ട്. ഈ കാര്യങ്ങൾ അറിയാതെ എനിക്ക് ഒരാനുകൂല്യം ഇല്ല എന്ന് വിലപിച്ചിട്ട് കാര്യമില്ല. നമ്മൾ കൃത്യമായിട്ടും നിയമവ്യവസ്ഥകൾ പഠിച്ച് അതനുസരിച്ച് ബന്ധപ്പെട്ട അധികാരികൾക്ക് പരാതി നൽകി അതിനുള്ള പരിഹാരം കാണാം. എന്നുവെച്ചാൽ കേരളത്തെ സംബന്ധിച്ച് ആ കാര്യങ്ങളിൽ ശക്തമായിട്ട് ഇടപെടൽ ഡിപ്പാർട്ട്മെന്റ് തലത്തിൽ ഉണ്ടാകാറുണ്ട്. പരാതി കിട്ടിയാൽ അത് അന്വേഷിച്ച് കൃത്യമായിട്ട് നടപടിയും സ്വീകരിക്കാറുണ്ട്. അതുകൊണ്ട് കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് പഠിക്കാൻ ശ്രമിക്കണം. അത് പലപ്പോഴും ആൾക്കാർക്ക് അറിയില്ല, അത് അല്ലെ പഠിക്കാൻ ശ്രമിക്കാറില്ലെന്നുള്ളതാണ് ഒരു സത്യം. തീർച്ചയായിട്ടും സാമൂഹ്യ പാഠത്തിൽ ഇന്ന് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്ന വിഷയം തൊഴിൽ നിയമങ്ങളെ പറ്റിയാണ്. ചർച്ചയിൽ നമ്മളോട് പങ്കെടുത്തത് റിട്ടയർഡ് ജോയിന്റ് ലേബർ കമ്മീഷൻ ഓഫീസറായിട്ടുള്ള ശ്രീ G. രാധാകൃഷ്ണൻ സാറാണ്. വീണ്ടും പുതിയ വിഷയങ്ങളും പുതിയ അതിഥികളുമായിട്ട് കാണും വരെ നന്ദി, നമസ്കാരം.